ഡിസ്കസ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസിനും ആപദാമിത്രക്കും ഒക്കെ കിട്ടിയ കാര്യം തന്നെ, അഥവാ നമ്മൾ കാട്ടുതീ അണക്കുന്നതിനിടയിൽ ഒരു കാർഡിയാക് അറസ്റ്റ്, ഹൃദയസ്തംഭനം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് എങ്ങനെയാണ് CPR, ഹൗ ടു ഗീവ് കാർഡിയോ പൾമിനറി റെസുസിറ്റേഷൻ, CPR എങ്ങനെ കൊടുക്കാം, നമുക്ക് കാടിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് രക്ഷപ്പെടാൻ മറ്റ് വെഹിക്കിൾസ് ഒന്നും ലഭ്യമല്ല, ആ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ ലിഫ്റ്റിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് താഴത്തേക്ക് ഇറക്കാം, ഇതൊക്കെ നമുക്ക് ക്ലാസിന്റെ അവസാനത്തിലേക്ക് പോകാം. തുടക്കത്തിൽ നമുക്ക് തീ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, തീ കെടുത്തേണ്ടത് എങ്ങനെയാണ്, എസ്പെഷ്യലി കാട്ടുതീ ഉണ്ടാകാനുള്ള കാരണം എന്താണ്, കാട്ടുതീനെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്, കാട്ടുതീയിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ്, കാട്ടുതീയിനെ എങ്ങനെ കണ്ടെത്താം, ഇത്യാദി കാര്യങ്ങൾ ആദ്യം അറിയണം. കാട്ടുതീയിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാട്ടുതീ ഉണ്ടാവാനുള്ള വ്യത്യസ്തമായ റീസനെ നമ്മൾ അനലൈസ് ചെയ്യണം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മറ്റ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കി വളരെ നല്ല ഒരു സെഷനാക്കി ഈ ഒരു സെഷനെ മാറ്റണം. എന്തായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ അതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, ആ ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഫയർ സർവീസും ഫോറസ്റ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഞങ്ങളൊക്കെ ഡിഗ്രി പഠിച്ച സമയത്ത് ഹിസ്റ്ററി എടുക്കുന്ന അധ്യാപകനും പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്ന അധ്യാപകനും ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. വിത്തൗട്ട് പൊളിറ്റിക്കൽ സയൻസ്, അല്ലെ, ഹിസ്റ്ററി വിത്തൗട്ട് പൊളിറ്റിക്കൽ സയൻസ് ഹാസ് നോ ഫ്രൂട്ട് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് വിത്തൗട്ട് ഹിസ്റ്ററി ഹാസ് നോ റൂട്ട് എന്ന ഒരു പദം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഡിഗ്രി പണ്ട് പഠിച്ചപ്പോ പറഞ്ഞൊരു കാര്യമാണ്. ചരിത്രമില്ലാത്ത പൊളിറ്റിക്കൽ സയൻസിന്റെ ഫലമില്ല, പൊളിറ്റിക്കൽ സയൻസ് ഇല്ലാത്ത ചരിത്രത്തിന്റെ വേരുമില്ല എന്ന് പറഞ്ഞതുപോലെ ഫയർ സർവീസ് ഇല്ലാത്ത ഫോറസ്റ്റിന്റെ ഫലമില്ല, ഫോറസ്റ്റ് ഇല്ലാത്ത ഫയർ സർവീസിന്റെ വേരുമില്ല എന്ന് ആ ഒരു രീതിയിൽ രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇതുപോലെ കാട്ടുതീ ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ഉറ്റുനോക്കുന്നത് ഫയർ സർവീസിനെയാണ്. അപ്പൊ ഫയർ സർവീസിനെ സഹായിക്കാൻ വേണ്ടി ഒട്ടേറെ ആളുകൾ സിവിൽ ഡിഫൻസിന്റെ ഭാഗമായി, ആപദാമിത്രയുടെ ഭാഗമായി ഒരു ലാഭേച്ഛയുമില്ലാതെ സദാസമയവും സർ ഞങ്ങൾ വരണോ, ഞങ്ങൾക്ക് എന്തെങ്കിലും പണി ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് സദാസമയം ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കർമ്മധീരരായിട്ടുള്ള വോളണ്ടിയേഴ്സ് ആണ്, സേനാംഗങ്ങളാണ് സിവിൽ ഡിഫൻസിലും ആപദാമിത്രയിലും ട്രോമ കെയറിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും നിങ്ങളുടെ ഈ സാന്നിധ്യം ഏറെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മുടെ ജപ്പാനിലെ ചുങ്ങിനെ കുറിച്ചൊന്ന് പരാമർശിക്കാറുണ്ട്. ജപ്പാനിലെ ചുങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതായത് ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം കൃഷിയിടവും ഫാം ഹൗസും ചാമ്പലാക്കിയ ഒരു വ്യക്തി, അതിലൂടെ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച ഒരു ചരിത്രമുള്ള വ്യക്തിയാണ് പാവപ്പെട്ട കർഷകനായിട്ടുള്ള ജപ്പാനിലെ ചുങ്. അദ്ദേഹം മലമുകളിൽ കുന്നിന്റെ മുകളിലായിട്ട് അദ്ദേഹത്തിന്റെ ഫാം ഹൗസും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലും ജോലി ചെയ്തുകൊണ്ടിരിക്കെ താഴത്തേക്ക് നോക്കിയപ്പോൾ സമുദ്രം അതിശക്തമായിട്ട് ഉൾവലിയുന്നത് കാണുകയും, ഉൾവലിയുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി ഇനി വരാൻ പോകുന്നത് അതിശക്തമായ തിരമാലയാണ്. ആ സുനാമി വന്നു കഴിഞ്ഞാൽ നദീതീരത്ത് ജോലി ചെയ്യുന്ന നൂറുകണക്കിന് പാവപ്പെട്ട കർഷകരുടെ ജീവൻ പൊലിയുമെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ചുങ് ചെയ്തത് താൻ അന്നേ വരെ ആ കാലം വരെ ഉണ്ടാക്കിയിട്ടുള്ള തന്റെ കൃഷിയിടവും ഫാം ഹൗസും കത്തിച്ചാമ്പലാക്കി താഴത്തേക്ക് വിളിച്ചു പറയുകയാണ്, എന്റെ ഫാം ഹൗസും എന്റെ കൃഷിയിടവും കത്തിക്കൊണ്ടിരിക്കുകയാണ്, ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് മുകളിലേക്ക് കയറി വരണം, ഈ തീ ഒന്ന് കെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കണം എന്ന് ആക്രോശിച്ചതിന്റെ ഫലമായിട്ട്, ലൗഡ് ചെയ്തതിന്റെ ഫലമായിട്ട് എല്ലാ ആളുകളും ഈ കുന്നിന്റെ ചെരുവിലേക്ക് മലമുകളിലേക്ക് എത്തുകയും എല്ലാ ആളുകളും ചേർന്നുകൊണ്ട് ആ തീ കെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് താഴെ സുനാമി ഉണ്ടായപ്പോൾ ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു ജീവൻ കുരുതി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഫാം ഹൗസിനെയും സ്വന്തം കൃഷിയിടത്തെയും കത്തി നശിപ്പിച്ചിട്ടുള്ള, മനഃപൂർവ്വം അത് കത്തിച്ചിട്ടുള്ള ചുങ്ങിന്റെ ഒരു ചരിത്രമാണ് നമ്മുടെ മനസ്സിലൊക്കെ വേണ്ടത്. അതായത് നമ്മളുടെ വിലപ്പെട്ട വസ്തുക്കളൊന്നും ത്യജിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മുടെ ഒഴിഞ്ഞ സമയം ഇതുപോലെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏറ്റവും ഉദാത്തമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായി. ഏറെ സന്തോഷമുണ്ട്. ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട സുബേഷ് സാറിനും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥർക്കും, ഫയർ സർവീസിന്റെ പ്രതിനിധികൾക്കും അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ്, ആപദാമിത്ര, ട്രോമ കെയർ എല്ലാവരും ഒരു ടീമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് കാട്ടുതീ ഉണ്ടാകുന്നത്, കാട്ടുതീയെ നമുക്ക് എങ്ങനെയാണ് നേരിടേണ്ടത്,
കാട്ടുതീയെ പരമാവധി പ്രിവെന്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ കാട്ടുതീയെ നമുക്ക് കണ്ടെത്താം എന്നുള്ള ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് കുറച്ച് സംശയങ്ങളും സ്വാഭാവികമായിട്ടുള്ള നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവാം. അതിന് തീർച്ചയായിട്ടും നമുക്ക് മറുപടി നൽകിക്കൊണ്ട് ഈ ഒരു സെഷൻ വളരെ മനോഹരമാക്കി മാറ്റണം. അതിന് നിങ്ങളുടെ പരമാവധി ശ്രദ്ധയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സഹകരണവും ഉണ്ടാവണം എന്ന് ആദ്യമേ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഒന്ന് നമ്മളെ കാട്ടുതീയിലേക്ക് പോവാണ് അല്ലെ. കാട്ടുതീയാണല്ലോ പ്രധാനമായിട്ടുള്ളത്. മറ്റൊരുപാട് തീയുണ്ട്. ബിൽഡിംഗ് കൊളാപ്സ് ഉണ്ടാവും, ബിൽഡിംഗ് കത്തൽ ഉണ്ടാവാം അല്ലെ, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നമ്മളുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഫയറിനെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഫോറസ്റ്റ് ഫയറിനെ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ എന്നോടൊന്ന് ചോദിക്കണ്ടായി, ഈ ആളുകൾക്കൊന്നും വേറൊരു പണിയില്ലേ അല്ലെ, കുറെ സിവിൽ ഡിഫൻസ്, കുറെ ആപദ മിത്ര, കുറെ ട്രോമ കെയർ, ഇപ്പൊ അതെ ഫോറസ്റ്റ് ഫയർ എടുക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്നോട് ചില ആളുകൾ ചോദിച്ചു, ഈ ആളുകൾക്കൊന്നും വേറൊരു പണിയില്ലേ, ഒരു ജോലി ഇല്ലാത്തത് കൊണ്ടാണോ, എന്താണ് ഇവരൊക്കെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം കാര്യം നോക്കാതെ ഇറങ്ങി നടക്കുന്നത്? അങ്ങനെ കുറെ ആളുകൾ വേണം. അത്തരം കുറെ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രകൃതിയെയും നമ്മളുടെ സ്വത്ത് വകകളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലനിർത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മള് അത്തരത്തിലുള്ള ആളുകളുടെ എതിർ അഭിപ്രായങ്ങളോ മറ്റ് തരത്തിലുള്ള വിമർശനങ്ങളോ നമ്മളൊന്നും മുഖവിലെടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ വിട്ടുകളയാം. മാനിഷാധ അരുത് കാട്ടാള എന്ന് മഹർഷി പറഞ്ഞപ്പോൾ മഹർഷിയെ അനുകൂലിച്ച് നമ്മളുടെ കവികൾ ധാരാളം കവിത എഴുതുന്നുണ്ടായി. പക്ഷേ കാട്ടാളം ചെയ്തത് ശരിയാണ്, തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എന്ന വാദഗതി മുന്നോട്ട് വെച്ചുകൊണ്ട് കാട്ടാളനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പി ഭാസ്കരൻ മാഷ് അടക്കമുള്ള എഴുത്തുകാര് അപ്പുറത്ത് വേറെയും ഉണ്ടായിരുന്നു. അപ്പൊ വയലാറും അതുപോലെ തന്നെ പി ഭാസ്കരൻ മാഷും ഒക്കെ കവിതകൾ എഴുതിയപ്പോ മാനിഷാദ അരുത് കാട്ടാള എന്ന് പറഞ്ഞതിലെ കാട്ടാളിനെ അനുകൂലിച്ചുകൊണ്ടും മഹർഷി അനുകൂലിച്ചുകൊണ്ടും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഗാനങ്ങളും രചിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. ആ അഭിപ്രായങ്ങളൊന്നും നമുക്ക് കേൾക്കേണ്ടതില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മളുടെ മാർഗങ്ങൾ കൃത്യമാണെങ്കിൽ ആ മാർഗത്തിലൂടെ തീർച്ചയായിട്ടും നമ്മൾ ഭയചകിതരായ നിർഭയം സഞ്ചരിക്കുവാൻ നമ്മൾ മുന്നോട്ട് വരിക. ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളിലൂടെ നമ്മൾ സമൂഹത്തിന്റെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് മുന്നോട്ട് വന്നിട്ടുള്ള നിങ്ങളെ ഒന്നുകൂടി ഒരിക്കൽ കൂടി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ഒരു ക്ലാസിന്റെ ഒരു ത്രെഡ് എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത്. ഇപ്പൊ ഫയർ സർവീസിനോ അല്ലെങ്കിൽ ഫോറസ്റ്റിനോ മാത്രമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. മറ്റ് പല കാര്യങ്ങളും കൂട്ടായിട്ടുള്ള ആളുകളുടെ ശ്രമഫലമായിട്ട്, ഒരു ടീം വർക്കിന്റെ ശ്രമഫലമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഈ കാട്ടുതീ എന്ന് പറയുന്ന ഈ ഒരു 3-4 മാസത്തെ, ഇപ്പൊ ഫെബ്രുവരി മാസമാണ് ഏറ്റവും കൂടുതൽ തീ പിടുത്തം ഉണ്ടാകുന്നത്. പക്ഷേ കാട്ടുതീന്റെ ഭാഗത്തേക്ക് കടന്നിട്ടില്ല. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ സ്വാഭാവികമായിട്ട് ജൂണിൽ മഴ പെയ്യുന്നത് വരെ കാട്ടുതീന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ അനുഭവത്തിൽ ഫെബ്രുവരി, മാർച്ച് മാസത്തിലാണ് ഏറ്റവും നാട്ടിൽ തീപിടുത്തം ഉണ്ടാവുന്നത്. അതായത് ഒരു വർഷം ഒരു ഫയർ സ്റ്റേഷൻ ആവറേജ് ഒരു 300-400 അല്ലെങ്കിൽ ഒരു 500 ഫയർ കോൾ അറ്റൻഡ് ചെയ്യുന്നു എങ്കിൽ അതിനകത്ത് ഒരു 400 ഫയർ കോളുകളും അറ്റൻഡ് ചെയ്യുന്ന മാസം എന്ന് പറയുന്നത് ഈ 3 മാസങ്ങളാണ്. ഒന്ന് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ. ഏകദേശം ത്തിനുള്ളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട 3 മാസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഫെബ്രുവരി ഏറെക്കുറെ അവസാനത്തോടെ അടുക്കുന്നു. ഇനി മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ് ഏറെക്കുറെ ഒരു മധ്യം വരെ, അതായത് ഒരു 15-20 വരെയും നമുക്ക് ഇത്തരത്തിലുള്ള തീപിടുത്തങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ കാട്ടുതീയിനെ പരമാവധി നമുക്ക് തടയാനുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഈ കാട്ടുതീ ഉണ്ടാവാനുള്ള സാധ്യതകൾ എന്ത്. കാട്ടുതീ ഇത്രയും ട്രോമ കെയർ ഒക്കെ ക്ലാസ് കിട്ടിയതാണ്. അതുകൊണ്ട് അത് വിശദമായിട്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെ. തീ പിടിക്കാൻ എന്താ കാരണം, എന്തൊക്കെ ചേർന്നാലും തീ ഉണ്ടാവുക. അതിലേക്ക് വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കെടുത്താൻ പറ്റുള്ളൂ അല്ലെ. അതിന് തീ ഉണ്ടാവണല്ലോ, തീ ഇല്ലാതെ നമുക്ക് കെടുത്താൻ പറ്റില്ല. അപ്പൊ തീ ഉണ്ടാവണമെങ്കിൽ എല്ലാവർക്കും അറിയാം, ഈ ക്ലാസ്സിനകത്ത് ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും തീ എന്തൊക്കെ കൂടി ചേർന്നാൽ ഉണ്ടാവുന്നത് വ്യക്തമായിട്ട് അറിയാം അല്ലെ. 3 വസ്തുക്കളുടെ ഒരേ സമയത്തുള്ള സംഗമമാണ് എന്തായിട്ട് മാറുന്നത്, തീയായിട്ട് മാറുന്നത്. സംശയമല്ല.
അല്ലെ? 3 വസ്തുക്കളുടെ ഒരേ സമയത്തുള്ള, ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയാണ്, 3 വസ്തുക്കളുടെ ഒരേ സമയത്തുള്ള സംഗമമാണ് തീയായിട്ട് പരിണമിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ കാട്ടിലേക്കാട്ടോ പോണ്ടത്, എന്നിലേക്കല്ല. ഞാനിത് പറയുമ്പോ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും എവിടെയാണ്? കാട്ടിലാണ്. ഈ കാട്ടിൽ 3 വസ്തുക്കൾ ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? തീപിടുത്തം ഉണ്ടാവുന്നത്. അപ്പൊ 3 വസ്തുക്കൾ ഏതൊക്കെയാണ്? നിശ്ചയമാണ്. ഒന്നാമത്തേത്, കത്താൻ ആവശ്യമായ വസ്തു വേണം, അഥവാ ഫ്യൂവൽ വേണം. രണ്ടാമത്തെ, കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ വേണം. മൂന്നാമത്തേത്, കത്താൻ ആവശ്യമായ ഇഗ്നീഷൻ ടെമ്പറേച്ചർ വേണം. ഈ 3 വസ്തുക്കൾ ഒരേ സമയത്ത് കൂടിച്ചേരുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? ഫയർ ആയിട്ട് പരിണമിക്കുന്നത്. സംശയിക്കരുത്. ഒരു കാര്യം ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, ഈ 3 വസ്തുക്കൾ ഒരേ സമയത്ത് സംഗമിക്കുമ്പോൾ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? തീ ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, കാട്ടിനകത്ത് 2 സാധനങ്ങൾ യഥേഷ്ടമുണ്ടല്ലോ. ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, കത്താൻ ആവശ്യമായ വസ്തുക്കൾ ഫ്യൂവൽ എമ്പാടുമുണ്ട്. രണ്ടാമത്തേത്, കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ അന്തരീക്ഷ വായുവിൽ ഏതാണ്ട് 21% ആ 21% ഓക്സിജന്റെ അവൈലബിലിറ്റി ധാരാളമുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് കാടെന്ന് പറയുന്നത്. അപ്പോൾ ഫോറസ്റ്റിൽ 2 സാധനങ്ങൾ നല്ല രീതിയിൽ അവൈലബിൾ ആണ്. ഒന്നാമത്തേത്, കത്താൻ ആവശ്യമായ വസ്തുക്കൾ അവൈലബിൾ ആണ്. രണ്ടാമത്തേത്, കത്താൻ സഹായിക്കുന്ന ഓക്സിജനും ആവശ്യമാണ്. അപ്പൊ ഈ 2 ഉള്ളിടത്തേക്കാണ് ഇനി ഏത് കിട്ടുന്നത്? 3ാമത്തെ സാധനം കിട്ടുന്നത്, അല്ലെ? 3ാമത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഇഗ്നീഷൻ ടെമ്പറേച്ചർ ആണ്. അതായത് ഫോറസ്റ്റിൽ കത്താൻ ആവശ്യമായ മിനിമം ചൂട് എന്തൊക്കെയാണോ ആ കാട്ടിലുള്ളത്, ആ കാട്ടിൽ ഏതെല്ലാം മരങ്ങളാണോ, ആ കാട്ടിൽ എന്തെല്ലാം ജൈവ വസ്തുക്കളാണോ, ആ കാട്ടിൽ എന്തെല്ലാം മാലിന്യങ്ങളാണോ, എന്തെല്ലാം കത്താൻ പര്യാപ്തമായ വസ്തുക്കളുണ്ടോ, ആ വസ്തുക്കളിൽ ഏതെങ്കിലും കത്താൻ ആവശ്യമായ ഒരു മിനിമം ചൂട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തായിട്ട് മാറി? തീപിടുത്തം ആയി. ഇപ്പൊ അവിടെ തീ ഇല്ല. എന്തുകൊണ്ടാ? ഇപ്പൊ നമ്മളിരിക്കുന്നത് തീ ഇല്ല. എന്തുകൊണ്ടാ? നമ്മളൊക്കെ നന്നായിട്ട് കത്തൂലേ? കത്തു. ഇവിടെ ഓക്സിജന്റെ അവൈലബിലിറ്റി ഇല്ലേ? ഉണ്ട്. ഈ ഭാഗത്ത് കൂടെ ഓക്സിജൻ വരുന്നുണ്ട്. കത്താൻ ആവശ്യമായ ഫർണിച്ചർ ഉണ്ട്, കത്താൻ ആവശ്യമായ വസ്തുക്കളുണ്ട്. പക്ഷെ കത്തിക്കാൻ ആവശ്യമായ ഇഗ്നീഷൻ ടെമ്പറേച്ചർ, മിനിമം ചൂട് ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് തീ ഇല്ലാത്തത്. അപ്പൊ ഓരോ വസ്തുവിനും കത്താൻ ആവശ്യമായ ഇഗ്നീഷൻ ടെമ്പറേച്ചർ അഥവാ മിനിമം ചൂട് എന്താണ്? വ്യത്യസ്തമാണ്. പെട്രോൾ കത്താൻ ആവശ്യമായ മിനിമം ചൂട് വേറെയാണ്. അതിനേക്കാൾ കൂടുതൽ ചൂട് വേണം എന്തിന്റെ? ഒരു കടലാസ് കത്തിക്കാൻ. അതിനേക്കാൾ കൂടുതൽ വേണം എന്ത്? വസ്ത്രം കത്തിക്കാൻ. അതിനേക്കാൾ കൂടുതൽ വേണം എന്ത്? തടി കത്തിക്കാൻ. അപ്പൊ ഈ ഭൂമിയിലുള്ള ഓരോ ചരാചരത്തെയും കത്തിക്കാൻ ആവശ്യമായ മിനിമം ചൂട് അഥവാ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പൊ ആ ഒരു സാധനം കൂടി, ഇഗ്നീഷൻ ടെമ്പറേച്ചർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടായെന്ന് പറയുന്നത്? തീ ഉണ്ടായി. അപ്പോ ഈ 3 വസ്തുക്കളാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത്. കാട്ടുതീയിനെ നേരിടാൻ പോവാണ്. കാട്ടിൽ തീ ഉണ്ടാവാൻ പ്രധാനമായിട്ടുള്ള ഈ 3 സാധനങ്ങളാണ് വേണ്ടത്. ഒന്നാമത്തേത്, കത്താൻ ആവശ്യമായ വസ്തു ഉണ്ട്. 2, കത്താൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഉണ്ട്, സഹായിക്കുന്ന ഓക്സിജൻ ഉണ്ട്. മൂന്നാമത്തേത് ഏതുണ്ട്? കത്താൻ ആവശ്യമായിട്ടുള്ള ഇഗ്നീഷൻ ടെമ്പറേച്ചർ കൂടി ആവശ്യമാണ്. ആ ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഫോറസ്റ്റ് ഫയറിന് കത്തി തുടങ്ങാൻ ആവശ്യമായ ഇഗ്നീഷൻ ടെമ്പറേച്ചർ കിട്ടാതിരിക്കുക എന്നുള്ളതാണ് ആരുടെ ദൗത്യം? നമ്മുടെ. ഈ ക്ലാസിന്റെ പരമമായ ലക്ഷ്യം 3ാമത്തെ വസ്തു, അതായത് തീ കത്താൻ ആവശ്യമായ മിനിമം ചൂടിനെ കാട്ടിലേക്ക് കിട്ടരുത്. ബാക്കി 2 നമുക്ക് തരാൻ കഴിയില്ല. പറ്റുമോ? ഇല്ല. കാട്ടിൽ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ കത്താനുണ്ട്, കത്താൻ സഹായകരമാകുന്ന ഓക്സിജനും ഉണ്ട്. അതിനെ 2നെയും നമുക്ക് തടയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് തടയാൻ കഴിയുന്നത് എന്താണ്? കത്തിക്കാൻ ആവശ്യമായ ഇഗ്നീഷൻ ടെമ്പറേച്ചറിന്റെ സാന്നിധ്യത്തെ കാട്ടിൽ നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ദൗത്യം. അതിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇവിടെ കൂടി ചേർന്നിരിക്കുന്നത്. അപ്പൊ ഈ 3 വസ്തുക്കൾ കൂടി ചേർന്നാൽ എന്തുണ്ടായി? തീപിടുത്തം ഉണ്ടായി. ഞാൻ കാട്ടിലേക്ക് വരാം. കാട്ടിലേക്ക് വരുന്നതിന് മുൻപ് ഈ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയറിലേക്ക് വരും, അല്ലെ? തീയിനൊക്കെ തരണ്ട്. ഏതൊക്കെ തരണ്ട്? കട്ടുതി അവിടെ നിൽക്കട്ടെ, കട്ടുതിയിലേക്ക് മെല്ലെ വരാം. ഏതൊക്കെ തരണ്ട്? 4 തരണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഒന്നാമത്തെ ഏതാണ്? എ ക്ലാസ് ഫയർ. സിവിൽ ഡിഫൻസിൽ അപ്പതം ഇത്രക്ക് ട്രോമ കെയർ ഒക്കെ അറിയാവുന്ന തന്നെയാണ്. എ ക്ലാസ് ഫയർ ഉണ്ട്, ബി ക്ലാസ് ഫയർ ഉണ്ട്, സി ക്ലാസ് ഫയർ ഉണ്ട്, ഡി ക്ലാസ് ഫയർ ഉണ്ട്. ഇ ക്ലാസ് ഫയർ ഉണ്ടോ? കെ ക്ലാസ് ഫയർ ഉണ്ടോ? അവസാനം പറഞ്ഞ 2 ഇല്ല. അല്ലേ? ഇന്ത്യൻ ഫയർ അസോസിയേഷന്റെ കൺസിഡറേഷനില് 4 ക്ലാസ് ഓഫ് ഫയർ ആണുള്ളത്. എ ക്ലാസ് ഫയർ, ബി ക്ലാസ് ഫയർ, സി ക്ലാസ് ഫയർ ആൻഡ് ഡി ക്ലാസ് ഫയർ.
ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് തുടങ്ങിയാലേ ഫോറസ്റ്റിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ അല്ലെ. എ ക്ലാസ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണേഷ്യസ് ഫയർ ആണ്. കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുക ഉണ്ടാവുകയും കരി അവശേഷിക്കുകയും ചെയ്യുന്ന സാധാരണ തീയ്, വിറക് കത്തുന്നു, കടലാസ് കത്തുന്നു, പേപ്പർ കത്തുന്നു. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് ഫോറസ്റ്റ് ഫയർ ഒക്കെ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? എ ക്ലാസ് ഫയർ ആണ്. ബി ക്ലാസ് ഫയർ ഓയിൽ ഫയർ അഥവാ ലിക്വിഡ് ഫയർ. സി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഫയർ. ഡി ക്ലാസ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഫയർ. സി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഇല്ല, ഇലക്ട്രിസിറ്റി ഓൺലി റീസൺ. കെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൺസിഡറേഷനില്ല, അമേരിക്കയിൽ കിച്ചൺ എക്വിപ്മെന്റ്സ് കത്തുന്നതാണ് എന്ന് പറയുന്നത് കെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മളുടെ ക്ലാസിഫിക്കേഷനിൽ ഏത് ക്ലാസ് ഇല്ല? കെ ക്ലാസ് ഇല്ല. അപ്പൊ നമുക്ക് 4 ക്ലാസ്സേ ഉള്ളൂ. ഏതൊക്കെയാണ്? എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് ആൻഡ് ഡി ക്ലാസ്. എ ക്ലാസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണേഷ്യസ് ഫയർ, സാധാരണ നമ്മളുടെ ചുറ്റുപാടും കാണുന്ന ഫയർ. ബി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ഫയർ, അതായത് വെള്ളം ഒഴിച്ചാൽ കെടാത്ത തീയ്. സി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതകങ്ങൾ അഥവാ ഗ്യാസ് ഫയർ. ഡി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ഫയർ അല്ലെ. എ ക്ലാസ് ഫയർ ആണ് എവിടെ വരുന്നത്? നമ്മളുടെ കാട്ടുതീയിൽ വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ക്ലാസ് ഓഫ് ഫയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നും കൂടി പുതുക്കുകയാണ്. ഇത് പുതുക്കിയിട്ട് വേണം നമുക്ക് ഏതിലേക്ക് വരാൻ? അതായത് ഫോറസ്റ്റ് ഫയറിലേക്ക് വരാൻ. ഇനി അടുത്തത് എക്സ്പാൻഷൻ ഓഫ് ഫയർ. അതായത് ഞാൻ കാട്ടുതീനെ കുറിച്ചല്ല പറയുന്നത്, സാധാരണ നമ്മൾ എല്ലായിടത്തും കാണുന്ന, അതായത് പൊതുവെ കാണുന്ന തീയിന് 4 രീതിയിലുള്ള എക്സ്പാൻഷൻ ഉണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ഫയർ ഏതൊക്കെയാണ്? സിവിൽ ഡിഫൻസ് ഒരു 40 മെത്രക്കാർ പറഞ്ഞോളി. ട്രോമാക്കാരന് ഇത് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല, പലയിടത്തും ക്ലാസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ സിവിൽ ഡിഫൻസിന് 40 മെത്രം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഡെവലപ്മെന്റ് ഓഫ് ഫയർ? അതായത് സാധാരണ രീതിയിൽ വളരെ പെട്ടെന്ന് തീ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? സ്പ്രെഡ് ചെയ്യും, വ്യാപിക്കും അല്ലെ. പലതിലും ഒരു കട കത്തി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരന്റെ കടയാണ് കത്തിയത്. 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ വേഴ്സ് അടക്കമുള്ള അലല്ലൂരിലെ ആളുകളൊക്കെ ആ പ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്നു. 2 മിനിറ്റ് കൊണ്ട്, അതായത് ഒരു ഷോർട്ട് സർക്യൂട്ട്, ആ ഷോർട്ട് സർക്യൂട്ട് ശ്രദ്ധയിൽപ്പെട്ട് 2 മിനിറ്റിനുള്ളിൽ ആ ഒരു വലിയ കട മുഴുവനും എന്തായിരുന്നു പറഞ്ഞത്? കത്തിച്ചാമ്പലാവുന്ന സാധ്യത ഉണ്ട്. അപ്പൊ 2 മിനിറ്റിനുള്ളിൽ ആ ഫയർ സ്പ്രെഡായി. അപ്പൊ ഈ സ്പ്രെഡ് ആവാൻ അഥവാ എക്സ്പാൻഷൻ ഓഫ് ഫയർ ഏതൊക്കെ രീതിയിലാണ്? അതും 4 രീതിയിലാണ്. ക്ലാസ് ഓഫ് ഫയർ 4 രീതിയിലാണ്. 1 എ ക്ലാസ്, 2 ബി ക്ലാസ്, 3 സി ക്ലാസ്, 4 ഡി ക്ലാസ്. എക്സ്പാൻഷൻ ഓഫ് ഫയർ അഥവാ ഡെവലപ്മെന്റ് ഓഫ് ഫയറും എന്താണെന്ന് പറഞ്ഞത്? 4 രീതിയിലാണ്. ഏതൊക്കെയാണ്? 1 ഇൻസിപ്പിയന്റ് സ്റ്റേജ്, 2ാമത്തത് സ്മൗൾഡറിംഗ് സ്റ്റേജ്, 3ാമത്തത് ഫ്ലെയിം സ്റ്റേജ്, 4ാമത്തത് അൺകൺട്രോൾഡ് സ്റ്റേജ്. ഫോറസ്റ്റ് ഫയറിന് വേറെ 4 സ്റ്റേജ് ഉണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് വരാം. വീണ്ടും അത് പറയുന്നത് രണ്ടും കൂടി കൺഫ്യൂസ്ഡ് ആവരുത്. ഇപ്പൊ സാധാരണ, അതായത് ഫോറസ്റ്റ് ഫയറിന്റെ അപ്പുറത്ത് നമ്മുടെ നാട്ടിൽ കാണുന്ന തീയിന്റെ എക്സ്പാൻഷൻ ആണ് ഞാൻ പറഞ്ഞത്. സോ 4 രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ട്. 1ാമത്തേത് ഏതാണ്? ഇൻസിപ്പിയന്റ് സ്റ്റേജ്, 2ാമത്തേത് സ്മൗൾഡറിംഗ് സ്റ്റേജ്, 3ാമത്തേത് ഫ്ലെയിം സ്റ്റേജ് ആൻഡ് 4th വൺ അൺകൺട്രോൾഡ് സ്റ്റേജ് അല്ലെ. എന്താ ആദ്യത്തെ സ്റ്റേജ്? ഏതാ? ഇൻസിപ്പിയന്റ് സ്റ്റേജ്. സമാനമായ ഒരു സ്റ്റേജ് തന്നെയാണ് ഫോറസ്റ്റിലും വരുന്നത്. വാട്ട് ഈസ് ഇൻസിപ്പിയന്റ് സ്റ്റേജ്? എന്താ ഇൻസിപ്പിയന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കിയാൽ കാണൂല തീയ്, നോക്കിയാൽ കാണൂല, പക്ഷെ ആൾറെഡി ഹാസ് ബീൻ സ്റ്റാർട്ടഡ്. ആ തീ അവിടെ ആരംഭിച്ചിട്ടുണ്ട് അല്ലെ. നോ വിസിബിൾ സ്മോക്ക് ആൻഡ് നോ വിസിബിൾ ഹീറ്റ്. അനുഭവപ്പെടുന്ന രീതിയിൽ ചൂടോ കാണത്തക്ക രീതിയിൽ പുകയോ വരുന്നില്ല. ബട്ട് ദ ഫയർ ഹാസ് ബീൻ ഓൾറെഡി സ്റ്റാർട്ടഡ്. അതായത് ഫയർ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ദാറ്റ് സ്റ്റേജ് ഈസ് കോൾഡ് ഇൻസിപ്പിയന്റ് സ്റ്റേജ്. ആ സ്റ്റേജിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻസിപ്പിയന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഡെവലപ്മെന്റ് ഓഫ് ഫയറിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് ഏതെന്ന് പറയുന്നത്? ഇൻസിപ്പിയന്റ് സ്റ്റേജ്. ഇൻസിപ്പിയന്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഫയർ തുടങ്ങി, പക്ഷേ നോ വിസിബിൾ ഹീറ്റ് ആൻഡ് നോ വിസിബിൾ സ്മോക്ക്. കാണത്തക്ക രീതിയിൽ ചൂടോ കാണത്തക്ക രീതിയിൽ സ്മോക്കോ ഇല്ലാത്ത ആദ്യത്തെ സ്റ്റേജിനെ എന്തെന്ന് പറയുന്നു? ഇൻസിപ്പിയന്റ് സ്റ്റേജ് എന്ന് പറയുന്നു. ഇൻസിപ്പിയന്റ് സ്റ്റേജ് നമ്മൾ നെഗ്ലക്ട് ചെയ്തു, നമ്മൾ തമസ്കരിച്ചു, നമ്മൾ മൈൻഡ് ചെയ്തില്ല. സ്വാഭാവികമാണ്, കാര്യം തീ കാണുന്നില്ലല്ലോ അല്ലെ. കാട്ടുതീയിലും അതന്നെ കേട്ടോ, സമാനമായ സംഗതി വരുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല, കാരണം എന്താണ്? പുക വരുന്നില്ല, അതുപോലെ തന്നെ ചൂടില്ല അല്ലെ, തീയില്ല, ഫ്ലെയിം ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആരും അതിനെ കെടുത്താൻ ശ്രമിക്കില്ല, നമ്മൾ നെഗ്ലക്ട് ചെയ്യും. ആ നെഗ്ലക്ട് ചെയ്യുന്ന സാധനം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് സ്മൗൾഡറിംഗ് സ്റ്റേജ്. 2ാമത്തെ സ്റ്റേജ് ഏതാണ്? സ്മൗൾഡറിംഗ് സ്റ്റേജ്. സ്മൗൾഡറിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അല്ലെ, അതായത് പുല്ലിന്റെ അടിയിൽ എന്ത് പറഞ്ഞത്? ഇങ്ങനെ കത്തി പൊട്ടി വരാൻ തുടങ്ങി. ആ സ്റ്റേജാണ് എന്ന് പറഞ്ഞത് സ്മൗൾഡറിംഗ് സ്റ്റേജ്. അതിനെയും നമ്മൾ നെഗ്ലക്ട് ചെയ്താൽ അടുത്ത സ്റ്റേജിലേക്ക് കയറും. അതാണ് എന്ത് പറഞ്ഞത്? ഫ്ലെയിം സ്റ്റേജ്. അതായത് തീജ്വാല ഉയരാൻ തുടങ്ങി. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ്? നെഗ്ലക്ട് ചെയ്യാണ്. കാര്യം നമ്മുടെ കൂട്ടത്തിൽ 4 കൂട്ടക്കാരുള്ളത്. ആരൊക്കെയാ? കസിംക ആരൊക്കെയാ 4 കൂട്ടക്കാര്? കണ്ടാൽ നമ്മൾ നിർത്തൂല അല്ലെ. അവിടെയാണ് നിങ്ങൾ വ്യത്യസ്തരാവുന്നത്. അവിടെയാണ് സിവിൽ ഡിഫൻസും 40ാം ഇത്രയും ട്രോമ കെയറും ഇപ്പോ നമ്മളുടെ മുമ്പിലേക്ക്, അതായത് ഫോറസ്റ്റിന്റെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് മുന്നോട്ട് വന്ന നിങ്ങളുമൊക്കെ വ്യത്യസ്തരാകുന്നത് അവിടെയാണ്.
അതായത് ഒരു തീ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കണ്ട മാത്രയിൽ തന്നെ നേരിടാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് വേണ്ടത്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ 4 കൂട്ടക്കാരല്ല. അല്ലെ, എന്തെങ്കിലും തീ കണ്ടു കഴിഞ്ഞാൽ അതിനെ നെഗ്ലക്ട് ചെയ്ത് അത് ആരെങ്കിലും ചെയ്തോളും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അല്ലെ, നമ്മുടെ സമൂഹത്തിൽ 4 കൂട്ടക്കാര്. അല്ലെ, സൊസൈറ്റി ക്യാൻ ബി ഡിവൈഡഡ് 4 types. ഫസ്റ്റ് ഈസ് എവരിബഡി, സെക്കൻഡ് ഈസ് എനിബഡി, തേർഡ് ഈസ് സംബഡി, ആൻഡ് ഫോർത്ത് ഈസ് നോബഡി. അല്ലെ, 4 ബഡീസ് ഏതൊക്കെയാണ്? ആദ്യത്തേത് എവരിബഡി, ആൻ ഇമ്പോർട്ടന്റ് ഡ്യൂട്ടി ഡൺ ബൈ എവരിബഡി. എല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ജോലി. അല്ലെ, എല്ലാവരും കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഡ്യൂട്ടി. ഒരാള് ബൈക്കിൽ വീണ് അല്ലെങ്കിൽ 2 മോട്ടോർ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് മൃതപ്രായമായി ചോര വാർന്നൊഴുകി റോട്ടിൽ കിടക്കുക. അല്ലെ, ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുക, എന്ത്, അതായത് അവൻ ചെയ്യൂലേ, ഞാൻ ചെയ്യണോ, ഞാൻ തൂങ്ങൂല്ലേ? അല്ലെ, കോടതിയും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് കയറിറങ്ങേണ്ടി വരുമോ? അല്ലെ, അപ്പൊ എവരിബഡി ചെയ്യേണ്ടതായിട്ട്, എല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഡ്യൂട്ടി, ആൻ ഇമ്പോർട്ടന്റ് ഡ്യൂട്ടി ഡൺ ബൈ എവരിബഡി. എവരിബഡി തിങ്സ് ദാറ്റ് സംബഡി വുഡ് ഡു. അല്ലെ, എവരിബഡി ചിന്തിക്കുക, ആരെങ്കിലും ഒക്കെ ചെയ്യും. സംബഡി വുഡ് ഡു, സംബഡി തിങ്സ് ദാറ്റ് എനിബഡി ക്യാൻ. ഏതൊരാൾക്കും കഴിയുമല്ലോ. അല്ലെ, ഞാൻ ചെയ്യണമെന്നില്ലല്ലോ, ഏതൊരാൾക്കും മോനേറ്റിന് കഴിയും, അല്ലെ, വിജയത്തിന് കഴിയും. പക്ഷേ നോബഡി വുഡ് ഡു, ആരും ചെയ്യാതെ പോകും. അപ്പോഴാണ് ഈ സ്റ്റേജ് എങ്ങോട്ട് പോകുന്നത്? അൺകൺട്രോൾഡ് സ്റ്റേജിലേക്ക് പോകുന്നത്, അഥവാ അനിയന്ത്രിതമായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മളുടെ പശ്ചിമഘട്ടം വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ പശ്ചിമഘട്ടം വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരുപാട് വന്യമൃഗങ്ങൾ, അതുപോലെ തന്നെ വനസമ്പത്തുകൾ നമ്മളുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നത്, നമ്മളുടെ പരിസ്ഥിതിയെ നിലനിർത്തുന്നത്, നമ്മളുടെ ഫുഡ് വെബിനെ നിലനിർത്തുന്നത്, അല്ലെ, നമുക്ക് ആവശ്യമായ ഓക്സിജൻ തരുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള തടി തരുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള ജലം നൽകുന്നത്, നമ്മൾ ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് നൽകുന്നത്, മൃഗങ്ങൾക്കിടെ ജീവിതോപാധിയായിട്ടുള്ള ആഹാര ഭക്ഷണ സാധനങ്ങൾ ഒരുക്കുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഓസോൺ പാളിയെ നിലനിർത്തുന്നത്, ഒട്ടേറെ കാര്യങ്ങൾ. അല്ലെ, ആമസോണിലെ കാടുകൾ കത്തിക്കഴിഞ്ഞാൽ ഓക്സിജന്റെ കുറവ് എത്രയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അല്ലെ, അതായത് ഇന്ന് നമുക്ക് ലോകത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 90%, 90% ഓക്സിജൻ അവൈലബിലിറ്റി എവിടുന്നാ വരുന്നത്? ആമസോൺ കാടുകളിൽ നിന്നാണ് വരുന്നത്. അല്ലെ, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാട്ടുതീയ്, അട്ടപ്പാടിയിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാട്ടുതീയ്, അല്ലെ, പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും വ്യത്യസ്തമായ ഭാഗങ്ങളിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാട്ടുതീയ് വലിയ കോൺസിക്വൻസസ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് അതിനെ റീഡ് ചെയ്യുകയും, ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു ദൗത്യമുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ വനസമ്പത്തിനെ പശ്ചിമഘട്ടത്തിൽ ഈ കോട്ടക്കൽ ആര്യവൈദ്യശാല പോലെയുള്ള സർവ്വവിധ മരുന്നുകൾക്കും ഔഷധമായി മാറുന്ന വളരെയേറെ ശക്തമായിട്ടുള്ള ഔഷധവീര്യമുള്ള വനസമ്പത്ത് ഏറെയുള്ള പശ്ചിമഘട്ടത്തിലെ ഈ വനത്തെ സംരക്ഷിക്കേണ്ട ഈ ബൃഹത്തായിട്ടുള്ള ഒരു ചുമതല ആരിലുണ്ട്? നമ്മളിലുണ്ട്. അപ്പോ 4 തരത്തിലുള്ള തീപിടുത്തം അഥവാ എക്സ്പാൻഷൻ സാധാരണ തീയിലുണ്ട്. ഒന്നാമത്തേതാണ് ഇൻസിപ്പിയന്റ് സ്റ്റേജ്, രണ്ടാമത്തെ സ്മൗൾഡറിംഗ് സ്റ്റേജ്, മൂന്നാമത്തേത് ഫ്ലെയിം സ്റ്റേജ്, നാലാമത്തേത് അൺകൺട്രോൾഡ് സ്റ്റേജ്. അല്ലെ, ഇങ്ങനെ സാധാരണ തീ നമ്മൾ ഇങ്ങനെ പോകുന്നു. ഞാൻ അത് കെടുത്തേണ്ട ഭാഗത്തേക്ക് വരാം. ഇനി കാട്ടുതീയിലേക്ക് വരട്ടെ. കാട്ടുതീ എങ്ങനെ ഉണ്ടാവുന്നത്? കാട്ടുതീ എങ്ങനെ ഉണ്ടാവുന്നത്? എങ്ങനെയാണ് കാട്ടുതീ ഉണ്ടാവുന്നത്? കാട്ടിലെങ്ങനെ തീ ഉണ്ടാവുന്നത്? ഞാൻ പറഞ്ഞ 3 വസ്തുക്കൾ കൂടി ചേരുമ്പോൾ തീ ഉണ്ടാവുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, കത്താൻ ആവശ്യമായ വസ്തുക്കൾ വേണം, ഫ്യൂൽ വേണം. രണ്ടാമത്തേത്, കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ വേണം. 3, കത്താൻ ആവശ്യമായ മിനിമം ചൂട് വേണം. 2 വളരെ നല്ലോണം ഉണ്ട്. എവിടെ? കാട്ടിൽ. എന്താണ് കിട്ടാനുള്ളത്? ഇഗ്നീഷൻ ടെമ്പറേച്ചർ ആണ് കിട്ടാനുള്ളത്. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, എന്റെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. കാട്ടുതീ എങ്ങനെ ഉണ്ടാവുന്നത്? എങ്ങനെയാ കാട്ടുതീ ഉണ്ടാവുന്നത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ? ഞാൻ മാത്രമായിട്ട് പറഞ്ഞു, 1 വേ ട്രാഫിക് ആണ് വിജയേട്ടാ. എങ്ങനെയാണ് കാട്ടുതീ ഉണ്ടാകുന്നത്? പറഞ്ഞു, ഓരോ പോലെ പറഞ്ഞോളൂ. എത്ര? 90% കൂടുതലും മാൻമെയ്ഡ് ആണ്, മനുഷ്യനിർമ്മിതമാണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് പറയാം. പിന്നെന്താണ്? നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? നാച്ചുറൽ ആയിട്ടുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ളതുണ്ട്, മാൻമെയ്ഡ് ഉണ്ട്. അല്ലെ, അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അതിന്റെ റീസണിലേക്ക് വരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ കാട്ടുതീ ഉണ്ടാവാൻ പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ ഏതാണ്? ഒന്നാമത്തേത് നാച്ചുറൽ ആയിട്ടുള്ള റീസൺ, രണ്ടാമത്തേത് മാൻമെയ്ഡ് റീസൺ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ. ഏതൊക്കെയാണ് നാച്ചുറൽ വരുന്നത്? നാച്ചുറൽ വരുന്നതൊക്കെ ഒന്നാമത്തേത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം കേട്ടോ. ഒന്നാമത്തേത് ലൈറ്റനിങ്, ഇടിമിന്നൽ, നാച്ചുറലാണ്. രണ്ടാമത്തേത് സ്പോണ്ടേനിയസ് കമ്പഷൻ, ശ്രദ്ധിക്കേണ്ടതാണ്.
സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു റീസണും ഇല്ലാതെ കത്താം. നല്ല ചൂടാ, നല്ല വെയിലാ, കാട്ടിനകത്ത് വല്ല വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടെങ്കിൽ ഒരു റീസണും ഇല്ലാതെ എന്ത് ചെയ്യാനാ പറഞ്ഞത്? സ്പാർക്ക് ഉണ്ടാവും. ഇതാണ് എന്താ പറഞ്ഞത്? സ്പോണ്ടേനിയസ് കമ്പഷൻ. അപ്പൊ ഒന്നാമത്തത് ലൈറ്റ്നിങ്, നാച്ചുറൽ റീസൺ ആണ്. രണ്ടാമത്തെ സ്പോണ്ടേനിയസ് കമ്പഷൻ. മൂന്നാമത്തത് ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രിക്ഷൻ, അല്ലെ? ഓടകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു. പണ്ട് ചരിത്രാതീത കാലം മുതൽ തന്നെ പ്രാചീന മനുഷ്യൻ തന്നെ തീയുണ്ടാക്കിയിരുന്നത് എന്തുകൊണ്ടാണ്? കല്ലുകൾ ഉരച്ചുകൊണ്ടാ, അല്ലെ? അവര് ജീവിക്കാനാണ് അത് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഇപ്പോ നമ്മളുടെ സൗകര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കാട് വെട്ടിപ്പിടിച്ച് നാടാക്കി മാറ്റുന്നു. പണ്ട് അവരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല്, അതായത് കാട്ടിൽ കയറിയിരുന്നു, കാര്യം ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാ, പാവങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാ, അല്ലെ? അതായത് കാട്ടുഭക്ഷണങ്ങളും അതുപോലെ തന്നെ ചില ചെറിയ മൃഗങ്ങളെയും ഒക്കെ കൊന്നുകൊണ്ട് അവര് പ്രാചീന മനുഷ്യർ ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ, കാടുണ്ടായ കാലം മുതൽ, മനുഷ്യരുണ്ടായ കാലം മുതൽ തന്നെ ആ ഒരു അനുസ്യൂതമായിട്ടുള്ള സംഭവം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത് എങ്കിൽ ഇന്നത്തെ നമ്മൾ ചെയ്യുന്നതോ, നമ്മുടെ തലമുറ എന്താ ചെയ്യുന്നത്? ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മളുടെ ആർഭാടകരമായിട്ടുള്ള ജീവിതം ഒന്നുകൂടി പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കാടിനെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കി മൃഗങ്ങളുടെ കടക്ക് കത്തിവെക്കുന്നു, പ്രകൃതിയെ പരമാവധി ചൂഷണം ചെയ്യുന്നു, മരങ്ങളെ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അങ്ങനെ കാടിന് എന്ത് ചെയ്യുന്ന പറയുന്നത്? നമ്മള് പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചൂഷണം ചെയ്ത് കാടിന്റെ അളവ് വളരെ കുറച്ചു കൊണ്ടുവരുന്നു, അല്ലെ? 33% കാട് ഇന്ത്യയുടെ വിസ്തൃതി അനുസരിച്ച് നമുക്ക് വേണം. ഇപ്പോഴത്തെ ഇന്ത്യയുടെ വിസ്തൃതി അനുസരിച്ച് 33% കാട് വേണം. നമുക്കുള്ളത് 21.68% ഉണ്ടോ? അതായത് 7,12,249 ചതുരശ്ര കിലോമീറ്റർ കാടാണ് നിലവിലുള്ളത്. അതായത് നിലവിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ച് കാട് വേണ്ട 33% നിന്ന് 21.68% മാത്രമാണ് ആർക്കുള്ളത്? ഇന്ത്യ മഹാരാജ്യത്ത് കാടുള്ളത്. കേരളം മെച്ചപ്പെട്ടതാണ്. നമുക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്സാഹിപ്പിക്കണം. കാര്യം എന്താ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പരിശ്രമിച്ചതിന്റെ ഫലമായി തന്നെയാണ് 36 ഫോറസ്റ്റ് ഡിവിഷനുകളിലായി കേരളത്തിൽ ഇത്തരത്തിലുള്ള, ഞാൻ തന്നെ മണി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, അട്ടപ്പാടിയിലും നിലമ്പൂരും ഒക്കെ ഞാൻ നമ്മുടെ ക്ലാസ് കൊണ്ട് എന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷേ ഇതൊക്കെ അവർ ചെയ്യുന്ന ശ്രമമാണ്, പ്രിക്വേഷനാണ്, അല്ലെ? ഇതൊക്കെ പ്രിക്വേഷന്റെ ഭാഗമാണ്. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, എന്ത്? ഡിസാസ്റ്റേഴ്സ് cannot be prevented, അല്ലെ? But we can reduce the calamities or vulnerabilities by taking some precautions, അല്ലെ? അതായത് ദുരന്തങ്ങൾ എപ്പോ വേണമെങ്കിലും വരാം. 1994 ജപ്പാനിലെ യോക്കോഹാമയിൽ ഐക്യരാഷ്ട്ര സംഘടന എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് വിളിച്ചു ചേർത്തൊരു സബ്മിറ്റ്, അല്ലെ? എന്നിട്ട് അവർ ആലോചിച്ചു, ആര്? ചില്ലറക്കാരല്ല, ഐക്യരാഷ്ട്ര സംഘടന. മൂന്നാമത് ലോകമഹായുധം ഉണ്ടാവുന്ന കാരണങ്ങൾ പരമാവധി തടഞ്ഞുകൊണ്ട് മൂന്നാം ലോകമഹായുധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സമാധാന സംഘടനയായ ഐക്യരാഷ്ട്ര സംഘടന 1994 ജപ്പാനിലെ യോക്കോഹാമയിൽ വെച്ച് ഒരു സബ്മിറ്റ്, വലിയൊരു മീറ്റിംഗ് കൂടി. അതിനകത്ത് പ്രധാന അജണ്ട ആയിരുന്നു എന്ത്? അതായത് ലോകത്താകമാനം ഉണ്ടാകുന്ന വിവിധങ്ങളായ പ്രകൃതി ദുരന്തങ്ങളെയും പ്രകൃതിയേതര ദുരന്തങ്ങളെയും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യുക, അല്ലെ? വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങൾ, പേപ്പേഴ്സ് അവതരിപ്പിച്ചു. പല സ്ട്രാറ്റജീസും അവർ മുന്നോട്ട് വെച്ചു. ആ സ്ട്രാറ്റജീസ് ഒക്കെ പിന്നീട് അറിയപ്പെട്ടത് എന്താണ്? യോക്കോഹാമ സ്ട്രാറ്റജി. പക്ഷേ ദുരന്തങ്ങൾ പൂർണ്ണമായിട്ട് തടയാൻ കഴിഞ്ഞോ? ഇല്ല. ദുരന്തങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഡിസാസ്റ്റേഴ്സ് cannot be prevented. ദുരന്തങ്ങളിൽ 31 ദുരന്തങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാട്ടുതീ, അല്ലെ? ഇന്ത്യയില് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 31 തരം ദുരന്തങ്ങളിൽ അത് ക്ലൈമറ്റ് റിലേറ്റഡ് ആവാം, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ജിയോളജിക്കലി റിലേറ്റഡ് ആവാം, ബയോളജിക്കലി റിലേറ്റഡ് ആവാം, ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആവാം, കെമിക്കൽ റിലേറ്റഡ് ആവാം, മാൻമെയ്ഡ് റിലേറ്റഡ് ആവാം. ഈ 31 തരം ദുരന്തങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏതെന്ന് പറയുന്നത് ഫോറസ്റ്റ് ഫയർ അഥവാ കാട്ടുതീ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാട്ടുതീനെ, അതായത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യുവാൻ അതിന്റെ റീസൺ എന്തൊക്കെയാണ്, കാരണങ്ങൾ മനസ്സിലാക്കുകയും ആ കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി തടയുകയും വേണം. അപ്പൊ ഒന്നാമത്തെ ലൈറ്റ്നിങ് നമുക്ക് തടയാൻ കഴിയില്ല, പറ്റോ? ഇല്ല. രണ്ടാമത്തെ ഏതാണ്? സ്പോണ്ടേനിയസ് കമ്പഷൻ ആണ്. സ്പോണ്ടേനിയസ് കമ്പഷൻ നമുക്ക് തടയാം. എങ്ങനെ? അത് സംഭവം നാച്ചുറൽ ആണ്, അല്ലെ? കാര്യം എന്താണ്? പെട്ടെന്ന് ഈ സാധനത്തിൽ എന്ത് ചെയ്യാമെന്ന് പറയുന്നത്, അതായത് ഒരു സ്പാർക്ക് ഉണ്ടാവുക ചെയ്യുന്നത്, അല്ലെ? അപ്പൊ സ്പോണ്ടേനിയസ് കമ്പഷൻ അത് നാച്ചുറൽ ആണെങ്കിൽ പോലും അതിന് ഹേതുവാകുന്ന കുറെ സാധനങ്ങൾ നമ്മൾ എവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്? കാട്ടിൽ ഡംപ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടാവും, അല്ലെ? അതുപോലെ തന്നെ എന്തൊക്കെയാണ് മാൻമെയ്ഡ് റീസൺ ഉള്ളത്? മനുഷ്യനിർമ്മിതമായിട്ട് ഡെലിബറേറ്റ്ലി നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെയാ? ഒന്നാമത്തേത് സ്പാർക്ക് ആൻഡ് ലൈറ്റ്സ്, അല്ലെ? സ്പാർക്ക് ആൻഡ് ലൈറ്റ്സ്, ഫ്ലെയിം ആൻഡ് സ്പാർക്സ്.
അതെങ്ങനെ ഉണ്ടാവുന്നത്? ശ്രദ്ധിക്കണം. നമ്മൾ ഈ കാര്യങ്ങൾ ഇല്ലാതാക്കിയാലേ തീ നമുക്ക് പടരാതിരിക്കാൻ ശ്രമിക്കാൻ പറ്റുള്ളൂ. അല്ല, തീ ഉണ്ടായിട്ട് നമ്മൾക്ക് എടുത്തല്ല വേണ്ടത്, അത് ഭഗീരഥ പ്രയത്നമാണ്. ഈ തീ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, തീ പിടിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ കാടിനെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡ്യൂട്ടി അതാ. അതായത് സുബേർ സാറിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ കാടിനെ ഒന്ന് ശ്രദ്ധിക്കണം, കാടിനൊന്ന് കയറണം. കാട്ടിൽ കയറിയിട്ട് കാടിനെ ശ്രദ്ധിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാട്ടിന്റെ ഏതൊക്കെ ഭാഗത്ത് നിന്ന് തീ തുടങ്ങാൻ സാധ്യതയുണ്ട്, ആ തുടങ്ങിയ തീ എങ്ങോട്ടൊക്കെ പകരാൻ സാധ്യതയുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആ തീ തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ റീസൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ മൂല കാരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന്, സ്പാർക്ക് ആൻഡ് ഫ്ലെയിംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് തൊട്ടടുത്തുള്ള വീട്ടുകാർ, ഫോറസ്റ്റിനോട് ചേർന്നുകൊണ്ട് താമസിക്കുന്ന ആളുകൾ അവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാക്കാന്നാ പറഞ്ഞത്? അവരുടെ വസ്തുക്കൾ, മാലിന്യങ്ങൾ കത്തിക്കാം. അവരുടെ മാലിന്യങ്ങൾ കത്തിക്കുമ്പോ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അവിടെ നിന്ന് സ്പാർക്കും ഫ്ലെയിംസും എങ്ങോട്ട് വരാം? അതായത് ഫോറസ്റ്റിലേക്ക് വരാം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഒന്ന്, മാൻമെയ്ഡ് റീസണില് ആദ്യത്തെ കേസാണ് ഏതെന്ന് പറയുന്നത്? സ്പാർക്ക് ആൻഡ് ഫ്ലെയിംസ്. രണ്ടാമത്തെയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീഡീസ് ആൻഡ് സിഗരറ്റ്സ്. അല്ലെ, സംഭവം സിമ്പിളാ. ഒരു കൊല്ലത്തെ ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട് എടുത്തു വെക്കുക. നിങ്ങളെ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയിട്ട് സിവിൽ ഡിഫൻസും മാപ്പ് തമ്മിൽ ട്രോമ കെയർ വെക്കാനുള്ള ഒരു പ്രയാസമല്ല. ഒരു വർഷത്തെ ഒരു കാര്യം ചെയ്യാം, ഫയർ സർവീസിന്റെ റിപ്പോർട്ട് ഒന്ന് എടുത്തു വെക്കുക. മിക്കവാറും 90% തീപിടുത്തത്തിന്റെയും കാരണം എന്താണ്? അലക്ഷ്യമായി അണയാതെ വലിച്ചെറിഞ്ഞ ബീഡിക്കുറ്റിയിൽ നിന്ന്. കാര്യം തന്നെ അലക്ഷ്യമായി അണയാതെ വലിച്ചെറിഞ്ഞ ബീഡി, സിഗരറ്റ് കുറ്റിയിൽ നിന്നാണ് രണ്ടാമത് അതായത് തീപിടിക്കാനുള്ള സാധ്യത ഉള്ളത്. അല്ലെ, യാത്ര ചെയ്യാം ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ, അല്ലെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ ബൈക്കിൽ വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല വിദ്വാൻമാരും എന്താ ചെയ്യുന്നത്? അതായത് വീഡിയോ സിഗരറ്റ് വലിക്കുന്നു. അല്ലെ, വീഡിയോ സിഗരറ്റ് വലിച്ചിട്ട് എന്ത് ചെയ്യുന്ന പറയുന്നത്? ആ കുറ്റി അങ്ങനെ എന്ത് ചെയ്യുന്നു? നേരെ വഴിയരികിലേക്ക് ഇടുന്നു. ആ വഴിയരികിൽ നിന്ന് നേരെ എങ്ങോട്ട് കയറുന്നു? ഫോറസ്റ്റിലേക്ക് കയറുന്നു. ഭീകരമായ അഗ്നിതാണ്ഡവമായിട്ട് മാറുന്നു, തീ ജ്വാലയായിട്ട് മാറുന്നു. അല്ലെ, അപ്പൊ വളരെ നിസ്സാരമായിട്ടൊരു ബീഡി കുറ്റിയിൽ നിന്ന്, ഒരു സിഗരറ്റ് കുറ്റിയിൽ നിന്ന് എന്ത് വ്യാപിക്കാം? തീ വ്യാപിക്കാം. അപ്പൊ രണ്ടാമത്തെ റീസൺ ആണ് ബീഡീസ് ആൻഡ് സിഗരറ്റ്. മൂന്നാമത്തെയോ ഇലക്ട്രിക്കൽ എലമെന്റ്സ്. ശ്രദ്ധിക്കണം. നിങ്ങൾ കാട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. കാടിന്റെ ഏതെല്ലാം ഭാഗത്തു കൂടി ഇലക്ട്രിക് ട്രെയിനുകൾ കടന്നു പോകുന്നുണ്ട്, അല്ലെ? എവിടൊക്കെയാണ് അതായത് ഇലക്ട്രിക് ലൈനുകൾ കടന്നു പോകുന്നത്? സ്വാഭാവികമായിട്ടും കാറ്റുള്ള സമയമാണ്. ഈ കാറ്റുള്ള സമയത്ത് ഇലക്ട്രിക് ലൈനുകൾ ലൂസായി കിടക്കുമ്പോൾ അവ പരസ്പരം എന്ത് ചെയ്യാൻ പറഞ്ഞത്? കൂട്ടിമുട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവാം? അതിന്റെ സ്പാർക്ക് താഴത്തേക്ക് വരാം. ആ സ്പാർക്ക് ഏതിന് കാരണമായി? ഫോറസ്റ്റ് ഫയറിന് കാരണമായി. റീസണുകളെയാണ് നമ്മൾ കണ്ടെത്തുന്നത്, അല്ലെ? രോഗം വന്ന് ചികിത്സിക്കുകയല്ല, രോഗത്തെ കണ്ടെത്തുകയാണ്. കൃത്യമായി ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ വേണ്ടത്. അതാണ് അതായത് നമ്മുടെ കാട്ടുതീ കണ്ടെത്തുന്നതിന്റെ പ്രത്യേകത. ഡയഗ്നോസിംഗ് ആണ്. അതായത് നമ്മൾ പനി വന്ന് അല്ലെങ്കിൽ മറ്റൊരു മാരക രോഗം വന്ന് അതിന് ചികിത്സിക്കുന്നതിനേക്കാൾ ആ രോഗം എന്താണ്, ആ രോഗം വരാനുള്ള കാരണം എന്താണ്, ആ കാരണത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതാണ് ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് കാട്ടുതീനെ സംബന്ധിച്ചും. കാട്ടുതീ ഉണ്ടാവാൻ ആവശ്യമായ കാരണങ്ങൾ, റീസൺ എന്തൊക്കെയാണ്? ആ റീസണെ ആദ്യമേ പ്രിവെന്റ് ചെയ്യുക, പ്രിക്വേഷൻ എടുക്കുക, അല്ലെ? പരമാവധി ലൈറ്റ് ആൻഡ് സ്പാർക്ക് ഇല്ലാതിരിക്കുക. രണ്ടാമത്തത്, പരമാവധി എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് ഈ ബീഡീസ് ആൻഡ് സിഗരറ്റിനെ ഒഴിവാക്കുക. മൂന്നാമതൊരു പോയിന്റ് കൂടി പറഞ്ഞു. എന്താ പറഞ്ഞത്? അതായത് ഇലക്ട്രിക് എലമെന്റ്സ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്താ പറഞ്ഞോ? ഫെൻസിംഗിന് സാധ്യത കുറവാണ്. അതായത് സ്പാർക്ക് വരാൻ സാധ്യത കുറവാണ്. അത് ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ സ്പാർക്ക് വരാനുള്ള സാധ്യത കുറവാണ്. മറ്റെന്തെങ്കിലും? ഇപ്പൊ മൂന്നെണ്ണം ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, വേസ്റ്റ് കത്തിക്കും, അല്ലെ? പ്രത്യേകിച്ചും ഈ തണുപ്പൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് രാവിലെ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ചിലപ്പോൾ രാവിലെ കുറച്ച് തണുപ്പുണ്ടാവും, ചമ്മല കൂട്ടിട്ട് എന്ത് ചെയ്യും? കത്തിക്കും. അതിൽ നിന്ന് മുരികള് എന്ത് ചെയ്യുന്ന വന്ന സ്പാർക്ക് കാട്ടിൽ കിടക്കും. നേരത്തെ പറഞ്ഞ ഫ്ലെയിംസ് ആൻഡ് സ്പാർക്സിൽ വരുന്നതാണത്. മറ്റൊന്ന് വേറെന്താണത്? ഇനി ഡെലിബറേറ്റ്ലി മാൻമെയ്ഡ് ആയിട്ട് വരുന്ന മറ്റേതെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അതായത് അങ്ങനെ കത്തിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഡെലിബറേറ്റ്ലി, അല്ലെ? അതിന് അങ്ങനെ കത്തിക്കുന്നു എന്നുള്ളതിന് റീസൺ ഉണ്ട്. ഇപ്പൊ ഈ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ? ഒന്ന് സ്പാർക്ക് ആൻഡ് ലൈറ്റ്സ് ഉണ്ട്, ഫ്ലെയിംസ് ഉണ്ട്. രണ്ടാമത്തേത് പറഞ്ഞത് ഇലക്ട്രിക്കൽ എലമെന്റ്സ് ഉണ്ട്. മൂന്നാമത്തത് ബീഡീസ് ആൻഡ് സിഗരറ്റ്സ് ഉണ്ട്. ഇനിയോ ഫയർ വർക്ക്സ് ഉണ്ട്. പടക്കം പൊട്ടിക്കും, അല്ലെ? പടക്കം പൊട്ടിക്കും. വിശ്വാസത്തിന്റെ ഭാഗമായും അല്ലാതെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പടക്കം പൊട്ടിക്കാറുണ്ട്. പടക്കം പൊട്ടിക്കുന്ന ഫയർ വർക്ക്സ് സ്വാഭാവികമായിട്ടും ഏതിന് കാരണമാകുന്നു? കാട്ടുതീന് കാരണമാകുന്നു. കാടിന്റെ സമീപത്ത് അത് നിങ്ങൾ ജാഗ്രത പാലിക്കണം. കാടിന്റെ സമീപത്ത്
ഏതെങ്കിലും സ്ഥലത്തോ ഏതെങ്കിലും വീട്ടിലോ പടക്കം പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് എന്ത് ചെയ്യണം? അത് നിരോധിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അവരെ സഹായിച്ചാൽ മതി, അവരെ അസിസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ കാട്ടുതീ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫയർ വർക്സിനെ പരമാവധി എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അപ്പൊ നാലാമത്തേതാണ് ഫയർ വർക്സ്. ഇനിയോ പന്നിയെ തോക്കാൻ വേണ്ടിട്ടൊക്കെ ചെയ്യാറുണ്ട്, പടക്കം പൊട്ടിക്കാറുണ്ട് അല്ലെ. പിന്നെന്താ അടുത്തൊന്നാണ് ബാർബിക് പാർട്ടീസ്. എന്താ സാധനം ബാർബിക് പാർട്ടീസ്? സാറിനൊക്കെ എന്താ ബാർബിക് പാർട്ടീസ്? ആഘോഷങ്ങൾ അല്ലെ. കാടിന്റെ അടുത്ത് ചില വിദ്യാന്മാർ വരും. സ്കൂളൊക്കെ പൂട്ടാൻ പോവാ, മനസ്സിലായോ? സ്കൂളൊക്കെ പൂട്ടാൻ പോവാ. ഫസ്റ്റ് പിള്ളേരും ഡിഗ്രി പിള്ളേരും 10ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ എന്താ നേരെ സെന്റ് ഓഫ് കഴിഞ്ഞ് നേരെ വരും കാട്ടിലേക്ക്. എന്തിനു വേണ്ടിട്ടാ? ബാർബിക് പാർട്ടീസ് അല്ലെ. അതുപോലെ തന്നെ മറ്റൊരു പാർട്ടി കൂടി ഉണ്ട്. എന്താണ്? ഏതാണ്? ക്യാമ്പ് ഫയർ അല്ലെ. അപ്പോ ബാർബിക് പാർട്ടീസ് വരും. ബാർബിക് പാർട്ടീസ് എന്താ ചെയ്യാ? അതായത് കോഴിയെ കൊണ്ടുവരും, ആ ഗ്രില്ല് കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറയുന്നത്? കാടിന്റെ ഒരു വശത്ത് ചേർന്നിട്ട് എന്ത് ചെയ്യുന്ന പറയുന്നത്? അവര് ഒരു പാർട്ടി ഉണ്ടാക്കും, കത്തിക്കും. കത്തിച്ചിട്ട് എന്ത് ചെയ്യുന്ന പറയുന്നത്? ഈ സാധനം ചൂടാക്കും. ആ ചൂടാക്കുന്ന സമയത്ത് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, നല്ല കാറ്റാണ്. ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്ന പറയുന്നത്? തീ കാട്ടിലേക്ക് പടരും. അപ്പൊ ബാർബിക് പാർട്ടീസ് അടുത്ത മാൻമെയ്ഡ് റീസൺ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഏതാണ്? ക്യാമ്പ് ഫയർസ് അല്ലെ. ക്യാമ്പ് ഫയർ തീപിടുത്തത്തിന് കാരണമാകുന്നു. ക്യാമ്പ് ഫയർ ഒക്കെ നിരോധിക്കണം. ക്യാമ്പ് ഫയർ ഒക്കെ നിരോധിക്കണം. കാരണം ഈ സമയത്ത് നമ്മൾ കാട്ടിലേക്ക് അനാവശ്യമായി ഒരാളെയും കടത്തിവിടരുത്. നമ്മളുടെ ഓഫീസേഴ്സ് ശ്രദ്ധിക്കും, അതിന് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സമയത്ത് മദ്യപന്മാർ, സാമൂഹ്യദ്രോഹികൾ, ക്യാമ്പ് ഫയർ ഉണ്ടാക്കുന്നവർ, വിനോദസഞ്ചാരികൾ എല്ലാവരും കാട്ടിലേക്ക് പ്രവേശിക്കും. കാരണം കാട് ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് മിക്കവാറും എന്ത് ചെയ്യുന്ന പറഞ്ഞത്? കാട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ, കത്തിപ്പടരാൻ സാധ്യതയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ക്യാമ്പ് ഫയർ പോലെയുള്ള, ബാർബിക് പാർട്ടി പോലെയുള്ള ഈ സംഗതികളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ജാഗ്രത പാലിക്കണം, വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അതിന് പരമാവധി നമ്മൾ എന്ത് ചെയ്യണം? അതായത് നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട്. ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറഞ്ഞത്? മാൻ മെയ്ഡ് റീസൺ വരുന്നത്. ഒന്നുകൂടി പറയാം. ഒന്നാമത്തേത് ഏതാണ്? അതായത് ലൈറ്റ് ആൻഡ് ഫ്ലെയിംസ്. രണ്ടാമത്തേത് ഇലക്ട്രിക്കൽ എലമെന്റ്സ്. മൂന്നാമത്തേത് ബീഡീസ് ആൻഡ് സിഗരറ്റ്സ്. നാലാമത്തേത് ക്യാമ്പ് ഫയർ. അഞ്ചാമത്തേത് ഫയർ വർക്സ്. ദെൻ ആറാമത്തേത് ഏതാണ്? ബാർബിക് പാർട്ടീസ് അല്ലെ. ദെൻ ഒരു കാരണം കൂടി ഉണ്ട്, നേരത്തെ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. എന്താണ്? കോറൽസ് ആൻഡ് ആൾസൺ അല്ലെ. മനഃപൂർവ്വം കൊള്ളിവെപ്പ്. ഈ ഉദ്യോഗസ്ഥനോട് എതിർപ്പ്. സുബൈർ സാറിന് പണി കൊടുക്കാം. ഈ പണി കൊടുക്കാമെന്ന് കരുതുന്ന ആള് സുബൈർ സാർ നല്ല കൊടുക്കുന്നത് ആർക്കാണ്? നമ്മളുടെ പ്രകൃതിക്കാം, നമ്മുടെ അടുത്ത തലമുറക്കാം അല്ലെ. സുബൈർ സാർ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരു ഓഫീസറാണ്. അപ്പൊ എന്തോ ഒരു വാക്ക് തർക്കം, വിജയേട്ടനും സുബൈർ സാറും കൂടി ചെറിയൊരു വാക്ക് തർക്കം. അപ്പൊ വിജയേട്ടൻ മനസ്സ് സൂക്ഷിക്കുകയാണ്, എന്ത്? ഈ ഓഫീസർക്ക് ഒരു പണി കൊടുക്കണം അല്ലെ. അപ്പൊ സാഹചര്യം കിട്ടുമ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യാണ്? അതായത് കാട്ടിന് തീ വെക്കുക അല്ലെ. നിങ്ങൾ കാട് സംരക്ഷിക്കുന്നവരാണല്ലോ, ഒന്ന് കാണണം അല്ലെ. എടോ, ഈ കാട് സംരക്ഷിക്കേണ്ട ആളുകൾക്ക് പണി കൊടുക്കുമ്പോ അത് സ്വാഭാവികമായിട്ടും ആ ഉദ്യോഗസ്ഥനല്ല, ആ ഉദ്യോഗസ്ഥന് കാട് കത്തിയ ഒരു പ്രശ്നമല്ല. ഉണ്ടോ? സുബൈർ സാറിനോ അല്ലെങ്കിൽ ലത്തീഫ് സാറിനോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള നമ്മുടെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്കോ കാട് കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് കെടുത്താൻ വേണ്ടി ശ്രമിച്ച് അവരുടെ ഭാഗം അവർ ചെയ്തു അല്ലെ. അവരുടെ ശമ്പളത്തിൽ കുറയോ? ഇല്ല. അവരുടെ ശമ്പളം അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് കെടുത്താൻ കഴിഞ്ഞാലും കത്തിച്ചാമ്പലായി കഴിഞ്ഞാലും ഞങ്ങളുടെ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, വനസമ്പത്ത് കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം വരുന്നത് ആർക്കാണ്? നമ്മളുടെ പ്രകൃതിക്കാണ്, നമ്മളുടെ വന്യജീവി സമ്പത്തിനാണ്, നമ്മളുടെ ആരോഗ്യത്തിന്, നമ്മളുടെ ജീവൻ നല്ല രീതിയിൽ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടന്റുകൾക്കും കുറവ് വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന വാസ്തവം മനസ്സിലാക്കണം. അങ്ങനെ ഉള്ള ആളുകൾ മനഃപൂർവ്വം ഡെലിബറേറ്റ്ലി ചെയ്യുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് കോറൽസിന്റെയും ആർസന്റെയും, അതായത് തർക്കങ്ങളുടെയും അതുപോലെ തന്നെ കൊള്ളിവെപ്പിന്റെയും ഭാഗമായിട്ട് മനഃപൂർവ്വം എന്ത് ചെയ്യും? കാട്ടിന് തീ വെക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും കാരണങ്ങളാൽ ഏത് ഉണ്ടാവുന്ന പറയുന്നത്? അതായത് കാട്ടുതീ ഉണ്ടാവും. അപ്പൊ കാട്ടുതീ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ടാണ് പോകുന്നത് അല്ലെ. കാട്ടുതീ കെടുത്തേണ്ടതിന്റെ ആവശ്യകത, കാട്ടിൽ വനങ്ങൾ നിലനിൽക്കേണ്ടതിന്റെ, അതായത് മൃഗാദികൾ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത, തീ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, തീയിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാണെന്നുള്ളത്, കാട്ടുതീന്റെ കാരണം എന്താണ് എന്നുള്ളത്, കാട്ടുതീന്റെ എക്സ്പാൻഷൻ എന്താണെന്നുള്ളത്, കാട്ടുതീനെ എങ്ങനെ കെടുത്താം, സാധാരണ തീനെ എങ്ങനെ കെടുത്താം. സിവിലേഴ്സ് പറഞ്ഞില്ലേ, ഞാൻ ഇമ്പോസിഷൻ തരും. കാര്യം എല്ലാ ക്ലാസ്സിലും പറഞ്ഞ സംഗതി അത് അല്ലെ. ഏത് സ്റ്റേഷൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാലും പറയുന്ന ഒരു സംഗതിയാണ് എന്ന് പറയുന്നത്, തീ കെടുത്തുന്നത് എങ്ങനെയെന്നുള്ള 3 മാർഗങ്ങൾ. സിമ്പിൾ ആണ് ഒരു സാധനം അല്ലെ. ഒരു സിമ്പിൾ ആണ് കാര്യം.
കാര്യം ഞാന് അടിവരയിട്ട് സ്ട്രെസ് ചെയ്തിട്ട് നേരത്തെ തീ ഉണ്ടാവാനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ ഞാൻ 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇയാൾ എന്താ പറഞ്ഞാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ, ആവർത്തന വിരസത മൂപ്പരിക്കില്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഞാനത് അടിവരയിട്ട് പറയാൻ കാര്യം എന്താണെന്നറിയോ, അതായത് ഇത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് മാറും എന്നുള്ളത് കൊണ്ടാണ് അല്ലെ. അതായത് തീ ഉണ്ടാവാൻ 3 വസ്തുക്കൾ ഒരേ സമയത്ത് സംഗമിക്കണം, ഒരേ സമയത്ത് 3 വസ്തുക്കൾ സംഗമിക്കണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ കാരണം കെടുത്താൻ ആ പോയിന്റ് അത്യാവശ്യമാണ് അല്ലെ. കാരണം തീ ഉണ്ടാവാൻ 3 വസ്തുക്കൾ ഒരേ സമയത്ത് സംഗമിക്കണമല്ലോ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ കത്താൻ ആവശ്യമായ വസ്തു വേണം, രണ്ടാമത്തെ കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ വേണം, മൂന്നാമത്തത് കത്താൻ ആവശ്യമായ ഇഗ്നീഷൻ ടെമ്പറേച്ചർ വേണം. 3 വസ്തുക്കളും ഒരേ സമയത്തുണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? തീ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പോ 3 വസ്തുക്കളിൽ ഏതെങ്കിലും ഒരെണ്ണത്തെ അങ്ങ് മാറ്റിയാൽ തീ കെടും. അതാണ് ഞാൻ അടിവരയിട്ട് പറഞ്ഞത്. ഈ 3 വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു സാധനത്തെ അങ്ങ് മാറ്റുക, അപ്പൊ എന്താണ് പറഞ്ഞത്? തീ കെടും. ഒന്നാമത്തേത് ചൂടിനെ മാറ്റാം, ദാറ്റ് ഇസ് കൂളിംഗ്. രണ്ടാമത്തേത് ഓക്സിജനെ മാറ്റാം, ദാറ്റ് ഇസ് ബ്ലാങ്കറ്റിംഗ്. മൂന്നാമത്തേത് ഫ്യൂവലിനെ മാറ്റാം, ദാറ്റ് ഇസ് സ്റ്റാർവേഷൻ അല്ലെ. അപ്പൊ 3 പ്രക്രിയകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് കൂളിംഗ്, രണ്ടാമത്തേത് ബ്ലാങ്കറ്റിംഗ്, മൂന്നാമത്തേത് സ്റ്റാർവേഷൻ. എങ്ങനെ? ഇതാണ് ചോദ്യം. എങ്ങനെ? 4500 ലിറ്റർ വെള്ളം മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിലെ ഫയർ എഞ്ചിനിലുണ്ട്. രണ്ടാമത്തെ വണ്ടിയും വരും. സുബേർ സാർ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ 2-3 വണ്ടി വരും, സംശയമൊന്നുമില്ല. കാര്യം തീ കെടുത്താൻ തന്നെയാണ് ഫയർഫോഴ്സ്. പക്ഷേ കാട്ടുതീന് ചെറിയ പ്രശ്നമുണ്ട്. എന്താ അത്? ഫയർഫോഴ്സ് വരാത്തോണ്ടല്ല, കാട്ടുതീന് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഒന്നാമത്തത് ആക്സസ്. വണ്ടി അവിടേക്ക് എത്തൂല. വണ്ടി എത്തിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. വണ്ടി എത്തിയാലേ ഫയർ സർവീസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ഫോറസ്റ്റ് ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ദൈവികമായിട്ടുള്ള മറ്റൊരു സംഗതി നമ്മുടെ കയ്യിലില്ല. പരമാവധി എന്ത് ചെയ്യാം? മോണിറ്റർ ഉള്ള ഫയർ എഞ്ചിൻ ആണെങ്കിൽ മോളിൽ കടന്നിട്ട് മോണിറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞത്? പരമാവധി എത്തുന്നിടത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലെ. ഒരു 10-12 ഡോസ് ഒക്കെ ഉണ്ടാവും. 20 ഡോസ് 25 ഡോസ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ അതുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓസ് 20-25 ഒക്കെ ഇവിടെ ഉണ്ടാവാം, ഫയർ എഞ്ചിൻ ഉണ്ടാവാം. പക്ഷേ ഈ 20-25 ഓസ് ഇടുമ്പോ ഈ വെള്ളത്തിന്റെ പ്രഷർ എങ്ങോട്ട് എത്തണം? കാട്ടിലേക്ക് എത്തണ്ടേ. അതുകൊണ്ട് ഓസുകൾ നീട്ടിട്ടിട്ടും കാര്യമില്ല. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാട്ടുതീയിനെ കെടുത്താൻ ഫയർ സർവീസിന് അടക്കമുള്ള നമ്മളുടെ സംവിധാനത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മകളിൽ ഒന്നാണ് എന്തെന്ന് പറഞ്ഞത്? ലാക്ക് ഓഫ് ആക്സസ്. അതായത് വഴിയില്ല, കാട്ടിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളത്. രണ്ടാമത്തത് റോഡ് കണ്ടീഷൻ ഈസ് വെരി ബാഡ് അല്ലെ. കാട്ടിലേക്കുള്ള റോഡുകൾ മിക്കവാറും റബ്ബറൈസ്ഡ് ആവില്ല. ആവോ? ഉൾക്കാട്ടിലേക്കുള്ള അഥവാ വഴികൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ റബ്ബറൈസ്ഡ് ആവോ? ഇല്ല. ഏത് വാഹനത്തിനും കയറി പോകാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം അല്ലെ. ഓഫ് റോഡ് വണ്ടികളൊക്കെ ചിലപ്പോ ഞെക്കിഞ്ഞിറങ്ങി പോയേക്കാം, ഫയർ എഞ്ചിന് പക്ഷെ പോയിക്കൊള്ളണമെന്നില്ല. അപ്പോ ലാക്ക് ഓഫ് എന്താണ് പറഞ്ഞത്? റോഡ്സ്, റോഡ് കണ്ടീഷൻ വളരെ മോശമാണ് അല്ലെ. മൂന്നാമത്തെ എന്താണ്? കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുണ്ട് അല്ലെ. നാലാമത്തെ ക്രൗഡ് ഉണ്ട് അല്ലെ. ലാക്ക് ഓഫ് വാട്ടർ ഉണ്ട്, ലാക്ക് ഓഫ് വാട്ടർ ഉണ്ട് അല്ലെ, വെള്ളത്തിന്റെ അപര്യാപ്ത. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താണെന്ന് പറഞ്ഞത്? നമുക്ക് കെടുത്താനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അതുകൊണ്ട് എന്തായിരുന്നാലും നമുക്ക് അവൈലബിൾ ആയിട്ട് വെള്ളം കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ സംഗതിയാണ് എന്ന് പറഞ്ഞത് കൂളിംഗ് എന്ന് പറയുന്നത്. അതായത് വെള്ളം ഉപയോഗിച്ച് നമുക്ക് കെടുത്താം അല്ലെ, വെള്ളം കിട്ടണം. ഇനി കൂളിംഗ് അല്ലെങ്കിൽ രണ്ടാമത്തെ ബ്ലാങ്കറ്റിംഗ് എങ്ങനെ ചെയ്യാം? അപ്പൊ കൂളിംഗിൽ കാട്ടുതീ കെടുത്താൻ 2 രീതികൾ. ഒന്നുകിൽ വെള്ളം സ്പ്രേ ചെയ്യാം അല്ലെ, അല്ലെങ്കിലോ സാറിന് ടച്ച് ചേർത്ത് കൂളിംഗ് അല്ല. കൂളിംഗിലാണ് ഞാൻ പറയുന്നത്. കൂളിംഗിൽ 2 രീതിയേ ഉള്ളൂ. ഒന്നാമത്തത് വാട്ടർ സ്പ്രേ, വെള്ളം സ്പ്രേ ചെയ്യാം. ഒന്നുകിൽ നമ്മളുടെ ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് വെള്ളം സംഭരിച്ച് ഒഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫയർ സർവീസിന് ഏത് സമയത്ത് വിളിച്ചാലും ഫയർ എഞ്ചിൻ ഉണ്ടെങ്കിൽ വരും, സംശയമൊന്നുമില്ല. നിങ്ങൾ എപ്പോ വിളിച്ചോ നിങ്ങൾ വിളിച്ചാൽ മതി. സുബേർ സാർ വിളിക്കണം, ഡെപ്യൂട്ടി റേഞ്ചർ വിളിക്കണം എന്നൊന്നുമില്ല, നിങ്ങൾ വിളിച്ചാൽ മതി. ഏത് ലേമൻ ഏതൊരു സാധാരണക്കാരൻ വിളിച്ചാലും ഫയർ എഞ്ചിൻ വരും. അവിടെ അവൈലബിൾ ആണെങ്കിൽ മണ്ണാർക്കാട് സ്റ്റേഷനില് അതായത് അവൈലബിൾ ആണ്, 2-3 വാഹനം ഉണ്ട്, വേറെ എങ്ങോട്ടും പോയിട്ടില്ല, അവിടെ വാഹനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും അല്ലെ, സഹായിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് 4500 ലിറ്ററുമായിട്ട് വെള്ളവുമായിട്ട് ഫയർ എഞ്ചിൻ വരും. സഹായിക്കാൻ പറ്റുന്ന പരമാവധി വർക്ക് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും അല്ലെ. അപ്പൊ കൂളിംഗ് നടത്താം. 4500 ലിറ്റർ വെള്ളം, വീണ്ടും വെള്ളം പിടിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം? വെള്ളം പിടിച്ച് നമുക്ക് ഫയർ ഫൈറ്റ് ചെയ്യാം അല്ലെ. അപ്പോ ഒന്ന് വാട്ടർ സ്പ്രേ ആണ്, അത് സ്പ്രേ ആയിട്ടോ ജെറ്റ് ആയിട്ടോ നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഒന്ന്. രണ്ടാമത്തത് വെള്ളം കൊണ്ട് കൂളിംഗിൽ തന്നെ ഒരു കാര്യം കൂടി ചെയ്യും. എന്താണത്? പൗഡർ കൂളിംഗ് അല്ല. രണ്ടാമത്തത് ബാംബി ബക്കറ്റ് അല്ലെ. സാർ അറിയാം എന്താ ബാംബി ബക്കറ്റ്? ഹെലികോപ്റ്റർ മുഖേന എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അതായത് ബക്കറ്റില് വെള്ള സ്രോതസ്സിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? കാട്ടിലേക്ക് എത്തിക്കും. അതാണ് എന്തെന്ന് പറഞ്ഞത്? ബാംബി ബക്കറ്റ്സ് എന്ന് പറയുന്നത്.
അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്താ വന്നത് കൂളിംഗ് സാധ്യമാക്കാം. രണ്ടാമത്തേത് കുറച്ച് റിസ്ക് ആണ്, മനസ്സിലായല്ലോ. അത് ആമസോൺ കാർഡുകളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അട്ടപ്പാടിയിലും നെല്ലിയാമ്പതിയിലും അതോടൊപ്പം തന്നെ തിരുവിതാംകുന്നും ഒക്കെ നമുക്ക് അതിലേക്കൊക്കെ പോകാതിരിക്കണം. ആ ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. നമ്മൾ ആദ്യം പറഞ്ഞ കാട്ടുതീനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള ആ ഒരു പോയിന്റ് പരമാവധി സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പിടിക്കണം. അതിനാണ് നിങ്ങളുടെ സേവനം വേണ്ടത്. നിങ്ങളുടെ ഭാഗത്ത് നമ്മളുടെ ടീം എന്ത് ചെയ്യണം, ഫയർ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെ പരമാവധി എന്ത് ചെയ്യണം, ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് നമ്മുടെ ടീം വർക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഏതെന്ന് പറയുന്നത്, അതായത് ബ്ലാങ്കറ്റിംഗ്. എന്താ ബ്ലാങ്കറ്റിംഗ്? ബ്ലാങ്കറ്റിംഗ് എങ്ങനെയാണ്? ഓക്സിജനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക. അന്തരീക്ഷ വായുവിൽ ധാരാളം ഓക്സിജന്റെ അവൈലബിലിറ്റി 21%, അല്ലേ? നമ്മൾ വീട്ടിൽ ചെന്നത് പോലെയല്ല. വീട്ടിലെ ഓക്സിജന്റെ അവൈലബിലിറ്റി ഇല്ലാതാക്കുന്നത് അക്ഷരാഭ്യാസം ഇല്ലാത്ത എന്റെ ഉമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഉമ്മ പഠിച്ചിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല, സത്യം. പക്ഷെ എന്റെ ഉമ്മ കെമിസ്ട്രി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അടുക്കളയിൽ, അല്ലേ? എങ്ങനെയാ ഓക്സിജനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന കാര്യം, അല്ലേ? അതായത് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് ഇപ്പൊ സ്റ്റൗ ആണ്, ഇപ്പൊ അങ്ങനെ ഒന്നല്ല, അല്ലേ? നേരത്തെ നമ്മൾ അടുപ്പില് എന്ത് ചെയ്യുന്ന പറയുന്നത്, പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് ചട്ടി വെക്കും. ചട്ടി വെച്ചിട്ട് അതിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, എണ്ണ ഒഴിക്കും. പാവം ഇങ്ങനെ നോക്കിക്കുമ്പോ തന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, അതായത് എണ്ണയില് തീ പിടിക്കും. എന്റെ അക്ഷരാഭ്യാസം ഇല്ലാത്ത സ്കൂളിന്റെ പിറകിലൂടെ കൂടെ പോകാത്ത എന്റെ ഉമ്മക്ക് അറിയില്ല വെള്ളത്തിന്റെ ഭാരം കൂടുതലാണ്, എണ്ണയ്ക്ക് ഭാരം കുറവാണ്. അതുകൊണ്ട് എണ്ണ കത്തുമ്പോൾ ഭാരം കൂടിയ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് താഴത്തേക്ക് പോകും, ഭാരം കുറഞ്ഞ എണ്ണ മുകളിൽ നിന്ന് തന്നെ കത്തും എന്നുള്ള കെമിസ്ട്രി രസതന്ത്രം സാധുവായിട്ടുള്ള അക്ഷരാഭ്യാസം ഇല്ലാത്ത പഠിപ്പില്ലാത്ത എന്റെ മാതാവിന് അറിയില്ല, നിങ്ങളുടെ അമ്മയ്ക്കും നിങ്ങളുടെ മുത്തശ്ശിക്കൊന്നും അറിയില്ല, അല്ലെ? പക്ഷെ അവർ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു പാഠമുണ്ട്. എന്താണത്? അതായത് കത്തുന്ന എണ്ണയിൽ വെള്ളമൊഴിച്ചാൽ തീ കെടൂല. അപ്പൊ അവരെന്താ ചെയ്യുന്നത്, അപ്പുറത്തൊന്നും വേറെ ചട്ടി എടുത്തിട്ട് എന്ത് ചെയ്യും, കമിഴ്ത്തി വെക്കും, അല്ലെ? അവര് കെമിസ്ട്രി ഒന്നും പഠിച്ചിട്ടല്ല, അല്ലെ? അവർക്ക് അക്ഷരാഭ്യാസത്തിന്റെ ആവശ്യമില്ല. പക്ഷെ അവർ ജീവിതത്തിൽ നിന്നൊരു പഠിച്ച കാര്യമാണ്, എണ്ണച്ചട്ടിയിൽ അതായത് തീ കത്തിക്കൊണ്ടിരിക്കുമ്പോ വെള്ളമൊഴിച്ചാൽ കെടില്ല എന്നും, അത് വെള്ളത്തിന്റെ ഭാരം കൂടുതലാണ്, എണ്ണയ്ക്ക് ഭാരം കുറവാണ്, അതുകൊണ്ട് ഭാരം കൂടിയ വെള്ളം താഴത്തേക്ക് പോകും, ഭാരം കുറഞ്ഞ എണ്ണ മുകളിൽ നിന്ന് കത്തിക്കൊണ്ടേയിരിക്കും, കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് എണ്ണ താഴത്തേക്ക് വീഴും, തറ മുഴുവൻ കത്തുമെന്ന കെമിസ്ട്രി ഒന്നും നമ്മളുടെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ നമ്മളുടെ ഉമ്മയ്ക്കോ ഒന്നും അറിയില്ല. പക്ഷേ അവർ ജീവിതത്തിൽ നിന്ന് കണ്ടുപഠിച്ചിട്ടുള്ള അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, കത്തിക്കൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് വെള്ളമൊഴിച്ചാൽ തീ കെടില്ല, മറിച്ച് അവർ എന്താ ചെയ്യുന്നത്, അടുത്തിരിക്കുന്ന ഒരു ചട്ടി എടുത്തിട്ട് കമഴ്ത്തും. അപ്പൊ അവിടെ നടക്കുന്നത് എണ്ണച്ചട്ടിയിലേക്ക് വരുന്ന ഓക്സിജന്റെ അവൈലബിലിറ്റിയെ എന്ത് ചെയ്യുന്നു, കട്ട് ഓഫ് ചെയ്യുന്നു. ഓക്സിജനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് അവിടെ എന്ത് കെടുത്തുന്നു, തീ കെടുത്തുന്നു. ദാറ്റ് ഈസ് ബ്ലാങ്കറ്റിംഗ്. നമ്മൾ കാട്ടുതീനെ ഇതെങ്ങനെ ചെയ്യാം? ഒരു ചട്ടിയെടുത്തിട്ട് കമഴ്ത്തിട്ട് കാര്യമുണ്ട്. അട്ടപ്പാടിയിലെ തീകനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പുറത്ത് നമ്മളുടെ സൈലന്റ് വാലി ഓഫീസിൽ പോയിട്ട് സുബേർ സാറുടെ കയ്യിൽ നിന്ന് അതായത് ഒരു ചട്ടി എടുത്തിട്ട് കമഴ്ത്തിച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും വിജയിക്കില്ല. അപ്പൊ അവിടെ അതായത് അടുക്കളയിലെ ഇംപ്ലിമെന്റേഷൻ പോരാ അവിടെ, അല്ലെ? കാട്ടുതീയിലെ ബ്ലാങ്കറ്റിംഗ് എങ്ങനെ നടപ്പാക്കും? യെസ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ബ്ലോവിങ്, രണ്ട് ഫയർ ബീറ്റേഴ്സ്. നിങ്ങളുടെ കയ്യിൽ ഫയർ ബീറ്റേഴ്സ് വേണം. ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനം എടുക്കുക, പരമാവധി ഫയർ ബീറ്റേഴ്സ് ഉണ്ടാക്കാം. തീ ഉണ്ടാവാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അഥവാ എവിടെയെങ്കിലും തീ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ യഥേഷ്ടം എന്ത് വേണം, ഫയർ ബീറ്റേഴ്സ് വേണം. തല്ലിക്കെടുത്ത് തന്നെ, വേറെ മാർഗമൊന്നുമില്ല. മനസ്സിലായോ? ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായ മാർഗം എന്താണ്? തല്ലിക്കെടുത്ത ഫയർ ബീറ്റേഴ്സ്, ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ ബ്ലോവിംഗ്, അടിച്ചു കെടുത്തുക എന്നുള്ളത്. ഇതാണ് രണ്ടാമത്തെ മാർഗം. അപ്പൊ ഒന്നാമത്തേത് കൂളിംഗ് എന്ന് പറയുന്നത് വെള്ളമൊഴിക്കുന്നു, ബാംബി ബക്കറ്റ് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററിലൂടെ. രണ്ടാമത്തേത് എന്താണ്? ബ്ലാങ്കറ്റിംഗ് ആണ്, ഓക്സിജനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. മൂന്നാമത്തേത് നേരത്തെ ഞാൻ പറഞ്ഞു, ഏതാണ്? ഇനി ഒരെണ്ണത്തെയും കൂടി ഒഴിവാക്കാം, അല്ലെ? ആദ്യം നമ്മൾ ഏതിനെ ഒഴിവാക്കി? ചൂടിനെ ഒഴിവാക്കി, കൂളിംഗ്. രണ്ടാമത്തെ ഏതിനെ ഒഴിവാക്കി? അടിച്ചു കിടത്തുന്നതിലൂടെ, മണ്ണ് വാരി എറിയുന്നതിലൂടെ, മണൽ വാരി എറിയുന്നതിലൂടെ നമ്മൾ ഏതിനെ ഒഴിവാക്കി? ഓക്സിജൻ ഒഴിവാക്കി. ഇത് രണ്ടും പറ്റുന്നില്ലെങ്കിൽ കാട്ടുതീന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മാർഗമാണ് മൂന്നാമത്തെ മാർഗം, ദാറ്റ് ഈസ് സ്റ്റാർവേഷൻ. ശ്രദ്ധിക്കണം, ഇതാണ് കാട്ടുതീന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കേട്ടോ. സ്റ്റാർവേഷൻ, പട്ടിണിക്കിട. ആരെ പട്ടിണിക്കിടേണ്ടത്? തീയിനെ പട്ടിണിക്കിടണം, അല്ലെ? എങ്ങനെ പട്ടിണിക്കിട? തീയിനെ പട്ടിണിക്കിടാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്, അല്ലെ? ഒന്നാമത്തെ മാർഗം ഫയർ ലൈൻ, രണ്ടാമത്തെ മാർഗം കൗണ്ടർ ഫയർ, മൂന്നാമത്തെ മാർഗം ബാക്ക് ഫയർ, നാലാമത്തെ മാർഗം പ്രൂണിംഗ്, അഞ്ചാമത്തത് വില്ലേജ് പാർട്ടീസ്, പബ്ലിക് അവയർനെസ്. 6 മാർഗങ്ങൾ പരന്ന് കിടക്കാൻ നമ്മുടെ മുമ്പിൽ. ശ്രദ്ധിക്കണം, മനസ്സിലായല്ലോ? ഇതൊക്കെ വെറുതെ കേട്ടുപോകല്ലോ, ഇംപ്ലിമെന്റേഷൻ ആവശ്യം. നമ്മൾ അതിനാ കൂടിയിട്ടുള്ളത്.
ആപദാമിത്ര, സിവിൽ ഡിഫൻസ്, അതോടൊപ്പം തന്നെ ട്രോമ കെയർ അല്ലാത്തവരുമായ ആളുകൾ ഈ ഒരു ദൗത്യം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ കാരണങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത് പരമാവധി അപ്ലൈ ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സ്റ്റാർവേഷൻ ആണ് മുഖ്യമായിട്ടുള്ളത്. കാര്യം വെള്ളം കിട്ടാനില്ല നമുക്ക്, അല്ലെ? അതോടൊപ്പം തന്നെ ഓക്സിജനുമായുള്ള ബന്ധം വല്ലാതെ നമുക്ക് വിച്ഛേദിപ്പിക്കാൻ കഴിയില്ല, അല്ലെ? അടിച്ചു കെടുക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. നന്നായിട്ട് ആളിക്കത്താണ്, ക്രൗൺ ഫയറിൽ നമ്മൾ അടിച്ചെടുക്കാൻ പറ്റുമോ? അല്ലെ? അടുത്ത് കാണാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അതിനു മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ദൗത്യം ഏതാണ്? സ്റ്റാർവേഷൻ ആണ്. ആ 3 മാർഗങ്ങളാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന സാങ്കേതികമായ പദങ്ങളാണ്, പക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നാമത്തത് കൂളിംഗ്, രണ്ടാമത്തത് ബ്ലാങ്കറ്റിംഗ്, മൂന്നാമത്തത് സ്റ്റാർവേഷൻ. ഫോറസ്റ്റ് ഫയറിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്, അനുയോജ്യമായ മാർഗം എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റാർവേഷൻ ആണ്. സ്റ്റാർവേഷനിൽ തന്നെ വ്യത്യസ്തമായ മാർഗങ്ങൾ പറഞ്ഞു. ഒന്നാമത്തത് ഏതാണ്? അതായത് നമ്മൾ ഫയർ ബ്രേക്ക് ഉണ്ടാക്കുക, രണ്ടാമത്തേത് ബാക്ക് ഫയർ ഉണ്ടാക്കുക, മൂന്നാമത്തേത് കൗണ്ടർ ഫയർ ചെയ്യുക, നാലാമത്തേത് പ്രൂണിംഗ് ചെയ്യുക, അഞ്ചാമത്തേത് വില്ലേജ് പാർട്ടീസ്, ആറാമത്തേത് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിക്കുക. നിങ്ങൾ ചെയ്യേണ്ടതാണ്. കാട്ടുതീയിലേക്ക് വരുന്നതിന് മുൻപ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്താണ് ആദ്യത്തേത്? ഏതാണ്? ഫയർ ബെൽറ്റ്, അഥവാ ഒരു ഫയർ ബെൽറ്റ് ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കുക? ഒരു ഫയർ ബെൽറ്റ് ഉണ്ടാക്കുക. തീയെ തുറന്ന് കത്തണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? ഫ്യൂല് വേണം. ഫ്യൂല് വേണം. ഈ ഫ്യൂവലിന് കിട്ടാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് തീ കെടുത്തുവാൻ ഏറ്റവും കരണീയമായ മാർഗം. സിഗരറ്റ് കുറ്റി വലിച്ചിട്ടോട്ടെ. കാര്യം അതൊന്നും നോക്കിയാൽ നമുക്ക് പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ കഴിയില്ല. ധാരാളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. ഇത് നോക്കി നിൽക്കലല്ല നമുക്ക് പണി, അല്ലെ? അതുകൊണ്ട് സിഗരറ്റോ അല്ലെങ്കിൽ ബീഡിയോ ചിലപ്പോൾ വലിച്ചെറിഞ്ഞേക്കാം. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ആ സിഗരറ്റ് കുറ്റിയിൽ നിന്ന്, ബീഡി കുറ്റിയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? കാട്ടിലേക്കാണ് തീ സ്പ്രെഡ് ചെയ്ത് കയറുന്നത്, അല്ലെ? ആ കയറുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കരണീയമായ ഒരു പ്രവർത്തനം. അതിനെന്ത് ചെയ്യണം? ഈ പറഞ്ഞതുപോലെ തന്നെ ഫയർ ബെൽറ്റുകൾ, ഫയർ ബ്രേക്കുകൾ അനുയോജ്യമാണ്. എങ്ങനെ ഫയർ ബ്രേക്ക് ഉണ്ടാക്കാം? എങ്ങനെ ഫയർ ബ്രേക്ക് ഉണ്ടാക്കാം? അതായത് തീ കത്താൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന് തീ പടരാമുള്ള കാടിന്റെ ഇടയിലേക്കുള്ള ദൂരമുണ്ടല്ലോ, അകലമുണ്ടല്ലോ, അവിടെ കത്താൻ സാധ്യതയുള്ള മുഴുവൻ കമ്പൽഷനെയും, അഥവാ മുഴുവൻ, അതായത് കത്താൻ സാധ്യതയുള്ള വസ്തുക്കളെയും നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി എടുത്തു മാറ്റി ഒരു പ്രിവെൻഷൻ, ഒരു തിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു മൺകൂന പോലെ സൃഷ്ടിച്ച് നമ്മൾ എന്തുണ്ടാക്കണം എന്നാ പറയുന്നത്? ഒരു ഫയർ ബ്രേക്ക് ഉണ്ടാക്കണം. നിങ്ങളുടെ ഡ്യൂട്ടി ഒന്നാതാ. ബാക്കി സുബേർ സാർ പറയും, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയും. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം, എവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഫ്ലെയിമും സ്പാർക്കും ബീഡീസ് ആൻഡ് സിഗരറ്റ്സും ഫയർ വർക്സും ബാർബിക് പാർട്ടീസും എവിടൊക്കെ ആർസനും എവിടൊക്കെ കോറൽസും വരാൻ സാധ്യതയുണ്ടോ ആ ഭാഗങ്ങളെ കണ്ടെത്തുകയും ആ ഭാഗങ്ങളിൽ നമുക്ക് കൂളിംഗ് സാധ്യമാവില്ല, നമുക്ക് ബാംബി ബക്കറ്റ് സാധ്യമാവില്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ബ്ലാങ്കറ്റിംഗ് സാധ്യമാവില്ല. പക്ഷെ നമുക്ക് സാധ്യമാകുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ടീം വർക്ക്, നമ്മളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഒരു ഫയർ ബെൽറ്റ്. ആ ഫയർ ബെൽറ്റ് ഉണ്ടാക്കും. അപ്പൊ കത്തി പടർന്ന് കാട്ടിലേക്ക് കയർ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ ചെയ്യേണ്ടത്? ഒന്നാമത്തേത്, എപ്പോഴും ഫസ്റ്റ് കൺസിഡറേഷൻ ഗോസ് ടു ദി റെസ്ക്യൂ വർക്കേഴ്സ് ലൈഫ്. നമ്മുടെ ജീവൻ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ സഹായിക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മളുടെ ജീവന് മുന്തിയ പരിഗണന കൊടുക്കണം. ഇപ്പൊ 2 വർഷം മുമ്പാണ് നമ്മൾ വടക്കാഞ്ചേരി 2-3 പേര് കാട്ടിൽ തീയിൽപ്പെട്ട് മരണപ്പെട്ടു, അല്ലെ? തൃശ്ശൂർ വടക്കാഞ്ചേരിയില്, അതായത് 2 വർഷം മുമ്പാണ് നമ്മുടെ ഫോറസ്റ്റ് വാച്ചർമാര് മരണപ്പെട്ടത്. കാരണം തീനുള്ളിൽ പെട്ടു. നമ്മൾ നിസ്സാരല്ല. നമ്മളിങ്ങനെ കാണുമ്പോൾ കാട്ടുതീയല്ലേ. പക്ഷേ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെ അപകടം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതിയാണ് കാട്ടുതീ. രക്ഷപ്പെടാൻ കഴിയില്ല. ചിലപ്പോൾ ചുറ്റും കത്ത, നമുക്കിന്ന് രക്ഷപ്പെടാൻ കഴിയണ്ടേ? അതുകൊണ്ട് കാട്ടുതീ കെടുത്താൻ പോകുന്ന സമയത്ത് വളരെ വളരെ ജാഗ്രത പാലിക്കണം. ഒന്ന്, നിങ്ങൾക്ക് എന്തെല്ലാം എക്യുപ്മെന്റ്സ് PP തന്നിട്ടുണ്ടോ അത് നിങ്ങൾ കൃത്യമായിട്ട് ധരിക്കണം. അതിൽ വീഴ്ച വരുത്തരുത്. നിങ്ങൾക്ക് കോട്ട് ഉണ്ടെങ്കിൽ കോട്ട്, മാസ്ക് ഉണ്ടെങ്കിൽ മാസ്ക്, അതോടൊപ്പം തന്നെ ഗംഷു ഉണ്ടെങ്കിൽ ഗംഷു, ജംഗിൾ ബൂട്ട് ഉണ്ടെങ്കിൽ ജംഗിൾ ബൂട്ട്, കൃത്യമായി വെള്ളം തന്നിട്ട് വെള്ളം ഉപയോഗിക്കുക. കാരണം ഡീഹൈഡ്രേഷൻ ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പരമാവധി, അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ആണെന്നില്ല, നിലവിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ നിലവിലുള്ള പരമാവധി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യണം? നിങ്ങൾ ധരിച്ചിരിക്കണം. ഒന്ന്, പാമ്പടിയേൽക്കാനൊക്കെ സാധ്യത ഉണ്ട്. പാമ്പടിയേറ്റ് എന്ത് ചെയ്യാം? സിവിൽ ഡിഫൻസ് ആപദാമിത്ര. പാമ്പടിയേറ്റ് എന്ത് ചെയ്യാം? ഇന്നേട്ടാ അല്ലെ? പാമ്പടിയേറ്റു എന്ത് ചെയ്യാം?
ഒന്നാമത്തേത് പാനിക് ആവാതിരിക്കുക, പാനിക് ആക്കാതിരിക്കുക. അല്ലെ, മോനേറിനെ കടിച്ചു. ഇപ്പുറത്തെ വിജയനും അതുപോലെ കാസിമൊക്കെ ചുറ്റി പറയാണ് മൂർഖനായിട്ടോ കടിച്ചിരിക്കുന്ന കാര്യം പോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോനിട്ട് ഒറ്റ വലിക്കും. മനസ്സിലായി, അതിൽ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഡോണ്ട് ബി പാനിക്. നമ്മളാണ് ബേജാറാവേ, ഒപ്പുള്ള ആളാ ബേജാറാവുക. എന്നിട്ട് എന്തിനാണ് പിടിച്ചും വലിക്കും ഓട്ടും ഒക്കെ ചെയ്യും. അല്ലെ, ഒരു കാരണവശാലും പാമ്പ് കടിയേറ്റ ഭാഗം ഇളക്കം തട്ടാൻ പാടില്ല. എന്നാ പണ്ടത്തെ ആൾ ചെയ്തവരെ മുറുക്കി കെട്ടും ചെയ്യരുത് പണ്ട്. അല്ലെ, അതായത് ഏറ്റവും കൂടുതൽ ചേഞ്ച് ഉള്ള ഒരു സംഗതിയാണ് എന്ന് പറയുന്നത് ഏത്? അതായത് ഫസ്റ്റ് എയ്ഡ്. മനസ്സിലാലോ? അപ്ഡേഷൻ. ഒരു 5 കൊല്ലം കൂടുമ്പോൾ അപ്ഡേഷൻ. ഇപ്പൊ 5 കൊല്ലം ആവുന്നില്ല. അതായത് വളരെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഫസ്റ്റ് എയ്ഡിൽ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കാരണവശാലും പണ്ട് ചെയ്ത പോലെ ആ കടിച്ച ഭാഗത്തിന്റെ മുകളിൽ എന്ത് ചെയ്യരുത്, മുറുക്കി കെട്ടരുത്. അന്നുള്ള ആളുകൾ വിചാരിച്ചെന്താണെന്നറിയോ, ഈ മുറുക്കിട്ട് കെട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, ഈ ബ്ലഡ് മുകളിലേക്ക് കയറില്ലല്ലോ, പോയിസൺ കയറില്ലല്ലോ. അല്ലെ, വെയിലിലൂടെ കയറി കഴിഞ്ഞു, പിന്നെ കെട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ എന്താ പറയുന്നറിയോ, ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേഷൻ, അതായത് കെട്ടണം, പക്ഷെ മുറുക്കി കെട്ടല്ല. ആ ഭാഗം ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീള് വെച്ച് വെറുതെ എന്ത് ചെയ്യണം, ഒരു തുണി കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്യണം, ആ ഭാഗം ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ, ഡോണ്ട് ബി പാനിക്. നിങ്ങൾ പാനിക് ആക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്വയം പാനിക് ആവുകയും ചെയ്യരുത്. നിങ്ങൾ ബേജാറായാൽ അയാളെ വലിക്കുകയോ അതുപോലെ തന്നെ ഓടിക്കുകയും നടത്തിക്കുകയോ ചെയ്യും. അപ്പൊ അത് ചെയ്യരുത്. രണ്ടാമത്തേത്, ഇളക്കം തട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൂന്നാമത്തേത്, പണ്ട് ചെയ്തിരുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അത് ഉണ്ടാവും. മുറിയുടെ മുകളിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, വേറൊരു മുറി കൂടി ഉണ്ടാക്കും. അല്ലേ, അതെന്തിനാ? പാമ്പ് കടിച്ചതിന്റെ മുകളിൽ ഒരു മുറിവിന്റെ മുകളിൽ വേറൊരു മുറി കൂടി. എന്തിനു വേണ്ടിട്ടാ? നമ്മുടെ ധാരണ എന്താണെന്നറിയോ, അതായത് ഈ കടിച്ച ഭാഗത്തെ വിഷം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും, മേലെ മുറി ഉണ്ടാകുമ്പോൾ അതിന് ബ്ലഡ് പോകുമല്ലോ. ആ ബ്ലഡ് പോകുന്നതിനോടൊപ്പം എന്ത് ചെയ്യും, ഈ പോയിസൺ പോകും. വളരെ സിമ്പിളാ, ഡോക്ടർമാരുടെ ആവശ്യമില്ലല്ലോ, ഇങ്ങനെ ചെയ്താൽ മതി. അല്ലേ? അപ്പൊ അത് ചെയ്യണ്ട, അഡീഷണൽ മുറിവ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? മൂന്നാമത് ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്നറിയോ മോനേട്ടാ, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്റെ ചങ്കാണ് സുബൈർ സാറ്. ഞാൻ എന്ത് ചെയ്യാണ്, സുബൈർ സാറെ കടിഞ്ഞു തന്നെ മൂപ്പരെ കാലിൽ വിഷം, അതായത് ഊറ്റിങ്ങോട്ട് കുടിക്കുക, സക്ക് ചെയ്തെടുക്കുക. അല്ലേ, സക്ക് ചെയ്തെടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്നറിയോ, അതായത് ആ സക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എന്തുണ്ടാവും, പോയിസൺ ഉണ്ടാവും, സംശയമൊന്നുമില്ല. പക്ഷെ ആ പോയിസൺ സക്ക് ചെയ്യുന്ന ആളുടെ വായിൽ മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ആന്തരികാവങ്ങളിലേക്ക് അടക്കും. ഞാൻ ആദ്യം മരിക്കും, സുബൈർ സാർ പിന്നെയും ജീവിക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് രക്ഷാബോധത്തിന്റെ ജീവനാണ് ആദ്യം നഷ്ടപ്പെടുക. ഒരിക്കലും സക്ക് ചെയ്ത് ബ്ലഡ് പോയിസൺ നമ്മൾ സക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. മനസ്സിലായല്ലോ? ദെൻ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകണം. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ക്ലിനിക്കിലേക്കല്ല കയറേണ്ടത്. ആന്റിവെനമുള്ള ഹോസ്പിറ്റൽ ഏതൊക്കെയാണ് എങ്ങനത്തെ ലിസ്റ്റ് ഉണ്ടാവണം. മനസ്സിലായല്ലോ? അതായത് ഫോറസ്റ്റ് സഹായിക്കാൻ വേണ്ടി പോവാണ്, പാമ്പ് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ പാമ്പ് കടി എത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും ക്ലിനിക്കിലേക്കല്ല പോകേണ്ടത്. മണ്ണാർക്കാട് ഭാഗത്ത്, പെരിന്തൽമണ്ണ ഭാഗത്ത്, പാലക്കാട് ഭാഗത്ത് എവിടെയൊക്കെയാണോ ആന്റിവെനമുള്ള ഹോസ്പിറ്റൽ ഉള്ളത്, ആന്റിവെനമുള്ള ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം. ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് റിക്കവറി പൊസിഷനിൽ കിടക്കുമ്പോൾ കടിച്ച ഭാഗം ഒരു കാരണവശാലും നെഞ്ചിന്റെ മുകളിൽ വരാൻ പാടില്ല. അതോടൊപ്പം തന്നെ കടിച്ച പാമ്പിന്റെ അടുത്തേക്ക് കൊന്നാലും 1 മണിക്കൂറിനുള്ളിൽ ചെല്ലരുത്. മനസ്സിലായി? കച്ചു കൊന്നു, അല്ലേ, തല്ലിക്കൊന്നൊരു മൂർഖന് നമ്മൾ നാട്ടുമ്പുറത്ത് കാണുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, അതിനെടുത്തിട്ട് ഞാൻ കുഞ്ഞിരാമൻ കളിപ്പിക്കും. അല്ലെ, ഇങ്ങനെ ഒരു കൊല്ലെടുത്ത് കുഞ്ഞിരാമൻ കളിപ്പിക്കും. അല്ലെ, പ്രശ്നം എന്താണെന്നറിയോ, ചത്ത പാമ്പിന് 1 മണിക്കൂർ നേരത്തേക്ക് നമ്മളിൽ വിഷമേൽപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന്റെ മുള്ളോ അതിന്റെ പല്ലോ തട്ടിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ അതിന് ചത്താലും ജീവൻ പോയാലും വിഷം ഏൽപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചത്ത പാമ്പിന്റെ അടുത്തേക്ക് അതിന്റെ മുള്ളോ അതിന്റെ പല്ലോ തട്ടുന്ന രീതിയിൽ ചത്ത് കഴിഞ്ഞാലും നമ്മൾ അടുത്തേക്ക് പോകരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നത്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. പാമ്പിനെ തെരഞ്ഞു നടക്കണ്ട. പാമ്പ് ഇപ്പൊ എവിടെ കിടക്കുന്നതില്ലേ, നമ്മള് ഒരു 1.5 മണിക്കൂർ തരാ. ഈ ചങ്ങാതി വേദനയും കടിച്ചമർത്തിയിട്ടുണ്ടാവുന്ന പറഞ്ഞത് അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മള് പാമ്പിന്റെ പിറകെ പോവുക. ആ പാമ്പിന് കിട്ടിയ ഒരു പണി ഉണ്ടായിരുന്നു, ഒരു പണിയില്ല. ആന്റിവെനം എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. ആ രീതിയിൽ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഒരു കാരണവശാലും ഡിലേ ആക്കരുത്. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രവർത്തനം ചെയ്യുക. അല്ലെ, അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് കൃത്യമായിട്ട് പാമ്പ് കടിയേൽക്കാതിരിക്കാൻ, പൊള്ളലേൽക്കാതിരിക്കാൻ, പൊള്ളലേൽക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ പരമാവധി ഒഴിവാക്കുക. പരമാവധി പൊള്ളലേൽക്കാതെ ഉള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം കരുതുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കത്താനുള്ള ഭാഗത്തേക്കല്ല നിങ്ങൾ പോകേണ്ടത്, മറിച്ച് എവിടെയാണ് പോകേണ്ടത്, കത്തിക്കഴിഞ്ഞ ഭാഗത്തേക്ക് പോകണം. കത്താതിരിക്കട്ടെ, ഇൻ കേസ് കത്തി നിങ്ങൾ കെടുത്താൻ വേണ്ടി പോവാണെങ്കിൽ ആ കത്തി കഴിഞ്ഞ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പോകേണ്ടത്. ആ ഭാഗത്ത് നിന്നിട്ട് വേണം എന്ത് ചെയ്യാന്, നിങ്ങൾ നേരത്തെ പറഞ്ഞ കൂളിംഗ് ആണെങ്കിൽ കൂളിംഗ്,
അല്ല നേരത്തെ പറഞ്ഞിട്ടുള്ള പിന്നെ ബീച്ചേഴ്സ് ഉപയോഗിച്ചുള്ള ബീച്ചിങ് ആണെങ്കിൽ അങ്ങനെ, അഥവാ കൗണ്ടർ ഫയർ ആണെങ്കിലോ ബാക്ക് ഫയർ ആണെങ്കിലോ ഏതാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ആ രീതിയിലായിരിക്കണം. കത്താത്ത ഭാഗത്ത് കൂടെ നമ്മൾ പോയിട്ട് ചെയ്യുന്നത് അപകടകരമാണ്. വിൻഡിന്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് നോക്കണം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളം വേണം. അഥവാ തീ വരികയാണ്, എന്ത് ചെയ്യാം? തീ ഇങ്ങനെ പടർന്നു വരിക. ഞാൻ 6 അടി വലിപ്പമുണ്ട് മോനേട്ടാ, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തീ മണി കൊണ്ട് പോകും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞത്? പരമാവധി തറനിരപ്പിൽ, അതായത് പുല്ലിന്റെ ആ ജൈവമായ പുല്ലിന്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറയുന്നത്? നമ്മൾ പരമാവധി കിടക്കുന്ന രീതിയിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും മോൾ വിധാനത്തിലൂടെയൊക്കെയാണ് ഫയർ പോകുന്നതെങ്കിൽ എന്താ പറഞ്ഞത്? ഫയർ ആ ലെവലിൽ അങ്ങനെ പോയിട്ടുണ്ടാവും. മനസ്സിലല്ലോ? താഴെ കുറച്ചും കൂടി സേഫ് ആണ് നമ്മള്. അതോടൊപ്പം തന്നെ കുറച്ച് മണ്ണൊക്കെ മൂടിയിട്ടാണ് നമ്മൾ കിടക്കുന്നത് എങ്കിൽ രക്ഷപ്പെടാൻ കഴിയും. ഈ രീതിയിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞത്? നമുക്ക് രക്ഷാപ്രവർത്തനം സാധ്യമാക്കുക എന്നുള്ളതാണ്. അപ്പൊ വളരെ സേഫ് ആയിട്ട്, വളരെ സുരക്ഷിതമായിട്ട് നമ്മൾ കാട്ടുതീ കെടുത്താൻ വേണ്ടിയിട്ട് ഏതിൽ പ്രവേശിക്കണം? കാട്ടിൽ പ്രവേശിക്കണം. വളരെ സുരക്ഷിതമായിരിക്കണം. നമ്മളുടെ ലൈഫിനാണ് ഫസ്റ്റ് കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. ആ ഒരു കൺസിഡറേഷൻ കൊടുത്ത് നമ്മൾ കാട്ടുതീയിനെ നേരിടുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഇനി അഥവാ ഈ കാട്ടുതീ കെടുത്തുന്നതിനിടയിൽ ഒരാൾ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചു, നമ്മൾ എന്ത് കൊടുക്കണം? CPR കൊടുക്കണം അല്ലെ? CPR കൊടുക്കണ്ടേ നമ്മൾ അല്ലെ? എങ്ങനെയാ CPR കൊടുക്കുക? എല്ലാവർക്കും അറിയാം. അറിയാത്തവരാരെങ്കിലും ഉണ്ടോ CPR കൊടുക്കേണ്ടത്? അറിയാത്തവര് ട്രോമ കെയർ CPR പഠിച്ചിട്ടുണ്ട് അല്ലെ? രണ്ടാമത്തെ സിവിൽ ഡിഫൻസ് ഉണ്ട്, ആപദാമിത്ര ഉണ്ട്. എല്ലാവർക്കും CPR അറിയാം. CPR പറയേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞോ, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ. CPR പറയണമെങ്കിൽ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. എന്തില്ല? ബ്രീത്ത് ഇല്ല അല്ലെ? മോനേട്ടന്റെ നെഞ്ചു ഭാഗത്ത് ഞാൻ എന്റെ ചെവിയും എന്റെ കവളും വെച്ചു, എന്തില്ല? അതായത് ഹാർട്ട് ബീറ്റ് ഇല്ല അല്ലെ? അടുത്ത എന്താണ്? കരോട്ടിക് പൾസ് വെച്ച് നോക്കി. കരോട്ടിക് പൾസ് നോക്കിയപ്പോ നിന്ന് പോയിട്ടുണ്ട്. ഉടൻ തന്നെ എന്ത് കൊടുക്കണം? ഈ 4 സാഹചര്യങ്ങൾ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ CPR ആയിട്ടുള്ള ഒരു തിങ് എന്ന് പറയുന്നത് അയാളുടെ സമയമാണ്. അപ്പോൾ നിങ്ങൾ തരുന്നത് ആ സമയമാണ്. അത് അതിൻ്റെതായ എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ കാണുന്നു, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നോക്കി കാണുന്നു. ലാഭേച്ഛകളില്ലാത്ത അല്ലെങ്കിൽ ലാഭേച്ഛ മാത്രം ഉള്ള ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ലാഭേച്ഛകളില്ലാതെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ശരിക്കും മുന്നോട്ടുള്ള സമൂഹത്തിന്റെ പ്രയാണത്തിൽ തന്നെ പ്രത്യാശയിലൂടെ കൊണ്ടുപോകുന്നത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വനംവകുപ്പിന്റെ പേരിൽ വളരെ ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. ഈ ഒരു പരിപാടിക്കും തുടർന്നുള്ള നിങ്ങളുടെ സേവനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരിടുന്നു. കുഞ്ഞു കുഞ്ഞു ജീവികൾ ഉൾപ്പെടെ പക്ഷികളോ എന്താവട്ടെ ഒരു ആശ്രയം ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സേവനം ഇവിടെ നിന്നൊക്കെ തുടങ്ങിയിട്ട് അങ്ങ് ഹിമാചൽ പ്രദേശിലെ നമ്മുടെ കടലിൽ കുടുങ്ങിയ ആളുകൾക്ക് വരെ എത്തിയെന്നുള്ളതാണ്. അദ്ദേഹം അങ്ങനെ ഒരാൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാവുമ്പോൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാം. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ റെസ്ക്യൂ മെത്തേഡ്സ് ഒക്കെ അദ്ദേഹം നമ്മളെ കാണിച്ചിരുന്നു. പക്ഷേ കുട്ടി താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം ഞാൻ 2 വാക്ക് നമ്മുടെ നാസർ സാറിന്റെ, ഞാൻ ആദ്യമായിട്ടാണ് നാസർ സാറിന്റെ ഒരു ട്രെയിനിങ് സെഷൻ പറഞ്ഞത്. ഇതൊരു 2.5 മണിക്കൂർ നമുക്ക് ഒരു ഇലക്ട്രിഫൈ ട്രെയിനിങ് സെഷൻ എന്ന് പറയാം. ഉറങ്ങാണ്ട് നമ്മുടെ ഫയർഫോഴ്സുമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സഹോദര ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞങ്ങൾ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഞങ്ങളൊരു ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റിൽ ഫുട്ബോൾ ടൂർണമെന്റ് ഫയർ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയത്. അതിന്റെ ചാമ്പ്യന്മാരും ഫയർഫോഴ്സ് ആയിരുന്നു. ഞങ്ങളെ ട്രോഫി കൊണ്ടുപോയത് ഫയർഫോഴ്സ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്.